അല്ല നിങ്ങൾ പറഞ്ഞോളി. അല്ല പൊക്കി നോക്കി ഇതില് ആ പൊക്കി ഇതില് ഈ നോക്കിയത് എവിടെ? പറഞ്ഞത് അല്ല പൊക്കി നോക്കിയത് പദം എവിടെ? അത് എവിടെയും കിട്ടണ്ട, അത് അതിൽ തന്നെ ഉണ്ട്. എവിടെ അതിലുണ്ട്. എവിടെ? നിങ്ങൾ പറയും ഏതാ രോമം, പൊക്കി വേറെ നോക്കി ഏതാ രോമം? രോമം എന്റെ രോമം സാധനം മുളച്ചവരെ നോക്കിയിട്ട്. കൊന്നു, രോമം മുളക്കാത്തവരെ കൊന്നില്ല. അല്ല ഞാൻ രോമം മുളക്കാത്ത കൂട്ടത്തിലായിരുന്നു എന്നൊരാൾ പറയാം. അല്ല നീ ആയിക്കോട്ടെ, ഞാൻ അങ്ങനെ പറഞ്ഞു. അതിന് മുഖ്യ രോമം എവിടെ? അല്ല നിങ്ങൾ പറയുന്ന പിന്നെ ഏത് രോമാണ്? എനിക്കറിയില്ല. പറഞ്ഞ ആളോട് ചോദിക്കണം. ഞാൻ പറഞ്ഞു ഏത് രോമായാലും കുഴപ്പമില്ല, എനിക്കറിയില്ല. ഏതോ ഒരു അറിയാത്ത രോമം കാര്യം നോക്കി അറിയില്ല. ഞാൻ അപ്പൊ അതങ്ങനെയാണ് ഞാൻ വരുത്തി തീർക്കൂല. മുഖ്യ അല്ല രോമനാണ് അവിടെ. നിങ്ങൾ പറയും എന്ത് രോമം അല്ല നോക്കി. മുഖ്യ രോമനാണോ? നിങ്ങൾ പറയും മുഹമ്മദ് അല്ല നബിയും എനിക്കറിയില്ല. സംഘവും ബനു ഞാൻ ഖുറൈളയിൽ ആളുകളെ കൊലപ്പെടുത്തുന്നതിന് മുൻപായി പരിശോധിച്ച രോമം. അല്ലെ ഹദീസ് വായിക്കാൻ നമ്മൾ പറഞ്ഞു. ഈ വീഡിയോ ഹദീസ് കാണുന്ന വായിച്ചു, ആളുകൾക്ക് അതിന്റെ ഈ അർത്ഥം വീഡിയോ കാണുന്ന വായിച്ചു. ആളുകൾക്ക് വോട്ട് ചെയ്യാം. മുഹമ്മദ് നബി ബനു ഖുറൈളയിൽ ആളുകളെ കൊലപ്പെടുന്നതിന് മുമ്പായി പരിശോധിച്ച രോമം ഏതാണ്? നിങ്ങൾ പറയും. മീശ രോമം, താടി വീടല്ല, രോമം, പുരിക രോമം, ഹദീസിൽ വായിക്കും. നീ എന്റെ കക്ഷരോമം, അഭിപ്രായം എന്ത് പറ. രോമം? നിങ്ങൾ നീ പറയും. ആ അല്ല മുഖ്യ നിങ്ങൾ രോമം പറഞ്ഞോളി അവിടെ സുഹൃത്തെ, മുഖ്യ രോമം പൊക്കി നോക്കി ഏതാണ് പറഞ്ഞോ. രോമം? നീ നിങ്ങൾ പൊക്കി പറയും. നോക്കി മുഖ്യ രോമം അവിടെ വാക്ക് ഉപയോഗിച്ചത്. ഏതാണ് നിങ്ങൾ ആ ഹദീസ് ഏതാണ് റിപ്പോർട്ട്, രോമം? ആ സംഭവം ഏതാണ് റിപ്പോർട്ട് രോമം? ചെയ്യുന്നത്, ആ ഏതാണ് സംഭവം രോമം? ആ നിങ്ങൾ പറയും. സംഭവം അല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഏതാണ് ആ രോമം? നിങ്ങൾ എനിക്കറിയില്ല. പറഞ്ഞോളി. ഹലോ, ഹലോ, റിയാക്കത്തലിയാ? അതെ, അത് റെക്കോർഡ് ചെയ്യോ? ആരാ വിളിക്കുന്നത്? ഇപ്പൊ സമയമില്ല റെക്കോർഡ് ചെയ്തിരിക്കാൻ. ഞാന് അരിപ്രന്നാണ്, അൽത്താഫ് എന്ന് ആ പറയും. ഇപ്പൊ ഈ ഗീതാവ് പറഞ്ഞൊരു പ്രോഗ്രാമിന്റെ ഇതുണ്ടല്ലോ, ആ അത് കണ്ടിട്ട് വിളിക്കാണ്. ഉം. നിങ്ങൾ എന്താണ് ഇതിലൂടെ സമൂഹത്തിന് നൽകുന്നത്? എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടി പറയും. ഞാൻ ഈ ഇത്തരത്തിലുള്ള പ്രോഗ്രാമിലൂടെ ആ എന്താണ് സമൂഹത്തിന് നൽകുന്നത്? എത്തരത്തിലുള്ള പ്രോഗ്രാമിലൂടെ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. നിങ്ങളെ പ്രോഗ്രാമുകളുണ്ടല്ലോ, ആ നിങ്ങൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? അല്ല, നിങ്ങൾ എന്റെ പ്രോഗ്രാമുകളൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. അതിന്ന് എന്ത് സന്ദേശം നിങ്ങൾക്ക് മനസ്സിലായത്? ഒന്നും മനസ്സിലായിട്ടുണ്ടാവും. കുറെ പൈസ ഉണ്ടാക്കണം, അയ്യോ, ഭയങ്കര പിന്നെന്താ. കഷ്ടമായല്ലോ. നിങ്ങൾ എത്ര വീഡിയോ ഏതായാലും കണ്ടിട്ടുണ്ടാവും? ഞാൻ സയൻസ് പരമായിട്ടൊന്നും നിങ്ങളെ ഭാഗത്തുനിന്ന് വരുന്നില്ല. പിന്നെ മതവിമർശനം അല്ല, സയൻസ് എന്നുള്ള പേരിൽ പരമായിട്ട് സയൻസ് മാത്രമൊന്നുമല്ലല്ലോ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാല്. പറഞ്ഞേക്ക് വിമർശനം എന്നുള്ള പേരിൽ മതവിദ്വേഷം പരത്തുക എന്നുള്ള മതവിമർശനം എന്ന പേരിൽ ഞാൻ പരത്തിയൊരു മതവിദ്വേഷം എന്ന് പറയുന്നത് കേൾക്കാം. മതവിദ്വേഷം എന്താ ഇസ്ലാമിൽ ഇല്ലാത്ത, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്താണ് പിൻപറ്റുന്നത് തെറ്റായ ആശയമാണ്, അങ്ങനെ ഭീകരവാദം. അങ്ങനെ പരത്തി പറയില്ലേ, ഒരു സ്പെസിഫിക് ആയിട്ട് പറയും. അതായത് നിങ്ങൾ മതവിദ്വേഷം എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്താണോ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് അതിനൊരു ഉദാഹരണം പറയാം, അതാ പറഞ്ഞത്. അത് ഒരു ഉദാഹരണം പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന സമാധാനത്തിന്റെ മതം അത് വിദ്വേഷത്തിന്റെയും പിന്നെ അതുപോലെ തന്നെ എന്താണ് അത് അക്രമത്തിന്റെയും ഞാൻ വെറുതെ പറയാണോ ചെയ്യണേ, അതോ എന്തെങ്കിലും തെളിവ് വെച്ചിട്ട് പറയാണോ? തെളിവ് വെച്ചിട്ടല്ല, തെളിവിനെ കോട്ടി മാറ്റി. ഏത് തെളിവിനെ കോട്ടിമാറ്റി? അങ്ങനെ പറയാം, കറക്റ്റാ പോയി. ഖുർആനിൽ നിന്ന് ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞൊരു സംഭവമാണ് ബനു ഖുറൈള കൂട്ടക്കൊല. ഒരു ദിവസം, ഒറ്റ ദിവസം 500-ലധികം, 600-എന്നും 800-എന്നും അഭിപ്രായ വ്യത്യാസമുണ്ട്. അല്ല അത് തെറ്റാണോ? അല്ല, ഒരു മിനിറ്റ്. ബനു ഖുറൈള കൂട്ടക്കൊല നടന്നിട്ടില്ല എന്നാണോ? ബനു ഖുറൈള കൂട്ടക്കൊല നടന്നിട്ടുണ്ടോ? നടന്നിട്ടില്ലേ? നടന്നിട്ടുണ്ടോ? അല്ല, നടന്നിട്ടില്ലേ? നടന്നിട്ടുണ്ടോ? ആ, ഉണ്ട്. എന്താ തെളിവ്? ഉണ്ടെന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നത്. ഇസ്ലാമിന്റെ ചരിത്രം. അപ്പൊ നിങ്ങൾ ഇസ്ലാമിനെ തെറ്റായിട്ട് പറഞ്ഞു, അങ്ങനെ സംഭവമല്ല, പടച്ചോനും നബി അങ്ങനെയല്ല, അല്ലെങ്കിൽ നബി അങ്ങനെ ആരോ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. നിങ്ങൾക്ക് വേണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകനാണ് മുഹമ്മദ് എന്നാണ് ഇസ്ലാമിന്റെ വിശ്വാസം. ആണ്. ആ വിശ്വാസത്തെ നമ്മള് പറയട്ടെ. നിങ്ങൾ ആ കൂടെ ബഹളം ഉണ്ടാക്കി എങ്ങനെ? നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോ സമാധാനത്തിൽ ചോദിച്ചിട്ട് ഉത്തരം പറയുമ്പോ ആകെ ബേജാറായാലും എങ്ങനെ ബേജാറായിട്ടില്ല. അല്ല, നിങ്ങൾ കേക്ക് അപ്പോഴല്ലേ സമാധാനത്തിൽ കേക്ക്. അപ്പൊ ഇസ്ലാമിലൊരു കാര്യം, ഇപ്പൊ ഇസ്ലാമിനെ വിമർശിക്കുന്ന അള്ളാഹ് ഉണ്ട് എന്ന് വിശ്വസിച്ചിട്ടല്ലോ. അങ്ങനെ മനസ്സിലായില്ല. അള്ളാഹു ഉണ്ട്, അല്ലെങ്കിൽ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് നിങ്ങൾ പറയുന്ന വാദത്തിൽ അങ്ങനെ നിന്നുകൊണ്ട് ഇപ്പൊ അള്ളാഹു ഇങ്ങനെ ഒരു ദൈവം പറയോ എന്ന് നമ്മൾ ചോദിക്കുന്നത് ആ ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചിട്ടല്ല, അതിന്റെ പൊള്ളത്തരങ്ങൾ ബോധ്യപ്പെടുത്താനാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മുഹമ്മദ് നബി സമാധാനത്തിന്റെ ആള്, അയാളെ പ്രവാചകത്വം ബാക്കിയൊക്കെ വിടി, സമാധാനം പിന്നെ പ്രസംഗിച്ച ആളാണെങ്കിൽ ബനു ഖുറൈള കൂട്ടക്കൊല നടക്കുവോ? ബനു ഖുറൈള കൂട്ടക്കൊല നടക്കാൻ എന്താ കാരണം? അല്ല, കൂട്ടക്കൊല നടക്കോ? എന്തുകൊണ്ടാണ് രണ്ടാമത്തെ കാര്യം ഒരു ദിവസം 500-600 ആളുടെ തല അരിഞ്ഞിട്ടുണ്ടോ? 500 പേരെ കൊന്നു തെളിവോടെ. അല്ല, നിങ്ങൾ ബനു ഖുറൈള കൂട്ടക്കൊല നടന്നിട്ടുണ്ടോ? ബനു ഖുറൈളയിലെ ജൂതന്മാരെ കൊന്നിട്ടുണ്ട്. 500 എത്ര പേരെ കൊന്നിട്ടുണ്ട്? പല കണക്കിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്.
പേരെ കൊന്നു, എണ്ണത്തിൽ കൃത്യത ഇല്ല എന്നൊക്കെ 500 പേരെ കൊന്നു ഏത് ഗ്രന്ഥത്തിൽ പറഞ്ഞു? ഏത് ആള് പറഞ്ഞു? ഏത് ചരിത്രകാരൻ പറഞ്ഞു? എത്രയോ ഞാൻ പറഞ്ഞത് വ്യത്യാസത്തിൽ ഞാൻ ഒരു 500 ആളെ കൊന്നു എന്ന് പറഞ്ഞു. എത്ര പേരെ കൊന്നു? എത്ര ആളെ കൊന്നു പറയും? നിങ്ങൾ പറയും. ഹദീസിനെ വിളിച്ചിട്ട് പറയും. കൊന്നിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ. ഒരു കൊന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. കൊല്ലും, കൊല്ലാൻ പല കാരണങ്ങളും കൊല്ലും. അതന്നെ അങ്ങനെ തന്നെ കൊന്നിട്ടുണ്ട്. കാരണം ഞാൻ ചോദിക്കട്ടെ അത് ഇസ്ലാമിന്റെ പേരിൽ കൊന്നതല്ല. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ, നീ എന്നോടാണ് ചോദിച്ചത്. എന്നുള്ള സംഭവം ലിയാഖത്ത് ഇവിടെ എടുത്തിട്ടത് എന്നോട് ഒരു ഉദാഹരണം പറഞ്ഞു. അതിനെന്താ കുഴപ്പം? അതിനെന്താ പ്രശ്നം? കുറേതിൽ ആളുകളെ കൊന്നു. കണക്ക് തെറ്റാണെന്നല്ല നിങ്ങളെ വാദം. എത്ര പേരെ കൊന്നു നിങ്ങൾ പറയും? ഞാൻ പറയട്ടെ. ഇബ്നു ഇസ്ഹാഖിന്റെയും തബരിയുടെയും കണക്കനുസരിച്ചിട്ട് 600, 700 നിങ്ങൾ ഇബ്നു ഇസ്ഹാഖിന്റെ സീറ വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടില്ല. നിങ്ങൾ തബരിയുടെ താരിഖ് തബരി വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടുണ്ട്. ഏത് ഗ്രന്ഥം? അതല്ലേ പറഞ്ഞത്. താരിഖ് തബരി എടുക്ക്. അറബി എടുക്കണ്ട പറയും. താരിഖ് തബരി എടുക്ക്. ആയിക്കോട്ടെ, എന്റെ മൊബൈലുണ്ട്. ഏത് പേജ് നമ്പർ? പേജ് നമ്പർ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുക? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് പ്രസിദ്ധീകരിച്ച 978 പ്രസിദ്ധീകരിച്ച 461 മുതൽ 64 വരെയുള്ള പേജിലുണ്ട്. ഇബ്നു ഇസ്ഹാഖ് ലൈഫ് ഓഫ് മുഹമ്മദ്, അത് ആൽഫ്രഡ് ഗുൽമൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അറബിക്ക് എടുത്തല്ല പേജ്. നിങ്ങൾ 500 ആളെ പേര് ആ തെളിവ് കൊണ്ടുവരുന്നത് സംഭവിച്ചു. 500 ആളെ തെളിവ് തരാം. ഇതിപ്പോ ഞാൻ പറഞ്ഞത് ഇബ്നു ഇസ്ഹാഖിന്റെ സീറയെ ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകത്തിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് പ്രസിദ്ധീകരിച്ച 978 പ്രസിദ്ധീകരിച്ച പബ്ലിക്കേഷനിൽ പേജ് നമ്പർ 461, 64 വരെ വായിച്ചാൽ മതി. ഒരു മിനിറ്റ് ഇബ്നു ഇസ്ഹാഖ്. ഞാൻ അറബിയിലല്ലത് വായിക്കല്. ഞാൻ അറബിയ വായിക്കല്. വായിച്ചോളൂ ഇബ്നു ഇസ്ഹാഖിന്റെ. അപ്പൊ നിങ്ങൾ അറബിയിൽ വായിക്കല്, പക്ഷെ ഇത് വായിച്ചിട്ടില്ല നിങ്ങള്. ഞാൻ സംഭവം നോക്കട്ടെ. ദ ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന് പറയുന്ന ആൽഫ്രഡ് ഗുലാം, അത് ട്രാൻസ്ലേറ്റ് ചെയ്താണ് ഞാൻ പറഞ്ഞത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് 978 പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന്റെ 461 മുതൽ 64 വരെ പേജിൽ 600-ന്റെയും 900-ന്റെയും ഇടയിൽ എന്നാണ് അതിനകത്ത് പറയുന്നത്. ഇനി തബരീന്റെ വേണോ? ഇതുണ്ട്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അല്ല, അപ്പൊ കണക്ക് ശരിയാ? നിങ്ങൾക്ക് ഇല്ലല്ല, കണക്ക് ശരിയായിട്ടില്ല. കണക്ക് ശരിയായിട്ടില്ല. കണക്ക് കിട്ടിയില്ല. കിട്ടിയിട്ടില്ല. ഇതിലൊന്നും കാണാനില്ല അങ്ങനെ. ലോകത്താകമാനം മുസ്നദ് അഹമ്മദിന്റെ ഒരു കണക്കിൽ ഹസൻ ഗ്രേഡിൽ, അതായത് സഹീഹ് അല്ല ഹസൻ ഗ്രേഡില്, ഒരു മിനിറ്റ് സഹീഹ് ഹസൻ ഗ്രേഡില് വന്ന ഒരു ഹദീസിൽ 400 ആണെന്ന അഭിപ്രായമുണ്ട്. ആയിക്കോട്ടെ. ഇബ്നു ഇസ്ഹാഖിന്റെയും തബരിയുടെയും ഒക്കെ താരീഖ് അനുസരിച്ചിട്ട് അതാണ് ലോകത്തെല്ലാവരും അംഗീകരിക്കുന്നത്. ഭൂരിപക്ഷം ആളുകൾ അംഗീകരിക്കുന്ന, കൂടുതൽ ആളുകൾ അംഗീകരിക്കുന്ന, ഇസ്ലാം മത പണ്ഡിതന്മാരൊക്കെ ഏറെക്കുറെ അംഗീകരിക്കുന്ന കണക്ക് 600-നും 90-നും ഇടയിൽ എന്നാണ്. ഇതന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ വെറുതെ ബടായി പൊട്ടിച്ചതാണ്. നിങ്ങൾ നമ്പർ ചോദിച്ചാൽ, റെഫറൻസ് ചോദിച്ചാൽ, ഞാൻ സ്വീകാര്യാണോ? അല്ല, ഞാൻ പറയട്ടെ. നിങ്ങൾ കണക്ക് ചോദിച്ചാൽ, നിങ്ങൾ റെഫറൻസ് ചോദിച്ചാൽ ഞാൻ ആകെ ബേജാറാവും നിങ്ങൾ വിചാരിച്ചു. അങ്ങനെയാണ് സംഭവിച്ചത്. എന്താ സംഭവം എന്നല്ലല്ലോ, എത്ര ആളെ കൊന്നത് ഞാൻ പറഞ്ഞ പറഞ്ഞതാണ്. കണക്ക് പറയും സുഹൃത്തെ. അത് നിങ്ങൾ വിടി. നിങ്ങൾ നമ്പർ നടക്കൂല. ഞാൻ പറഞ്ഞ കണക്ക് തെറ്റാണ് നിങ്ങൾ പറഞ്ഞു.
ശരിയാണ് ഞാൻ പറഞ്ഞതിനുള്ള റെഫറൻസ് ഞാൻ തന്നു. ഒരു മിനിറ്റ് അങ്ങനെയൊന്നും വിടൂല, അങ്ങനെയൊന്നും വിടൂല, അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല. മുസ്ലിങ്ങളെ ഒരു ശബ്ദം പോലും ന്യായീകരിക്കല്ലാതെ നിങ്ങൾ പറ്റിയില്ല. നിങ്ങൾ കുറെ കാലമായിട്ട് പറയുന്നത് എന്നെ വിളിച്ച എന്തിനാ? ഞാൻ നുണ പറയുന്നു, ഞാൻ പറഞ്ഞ ഒരു നുണ പറയാൻ പറഞ്ഞപ്പം ബനു ഖുറൈളയുടെ കണക്ക് തെറ്റാണ് നിങ്ങൾ പറഞ്ഞു. റെഫറൻസ് ചോദിച്ചു, ഞാൻ റെഫറൻസ് തന്നു. ഞാൻ പറഞ്ഞ കണക്കിന് ഞാൻ റെഫറൻസ് തന്നു. നിങ്ങൾ പറഞ്ഞ ഞാൻ പറഞ്ഞ കണക്ക് തെറ്റാണ് എന്നതിന്റെ നിങ്ങളുടെ റെഫറൻസ് എന്താ പറയും കേക്കട്ടെ. അല്ല നിങ്ങൾ റെഫറൻസ് പറയും. എന്റെ റെഫറൻസ് ഞാൻ പറഞ്ഞു, നിങ്ങളെ റെഫറൻസ് പറയും. റെഫറൻസ് പറയും. റെഫറൻസ് പറഞ്ഞ പേജ് വായിച്ചേരി. നിങ്ങൾ റെഫറൻസ് ഞാൻ പറഞ്ഞ പേജ് നിങ്ങൾ എടുത്ത് നോക്കിക്കോ. ഇത് ആൾക്കാർ കേൾക്കും, എല്ലാവർക്കും വായിച്ചു നോക്കാം. ആയിക്കോട്ടെ, എനിക്കത് 500 ആൾക്കാർക്ക് ഒന്ന് നോക്കി സംഭവം. അപ്പൊ അവിടെ നമുക്ക് ക്ലിയർ ആക്കിട്ട് പോവാം. ക്ലിയർ ആക്കിട്ട് ഞങ്ങൾ ഇടങ്ങാറാക്കാനൊന്നുമല്ല, ക്ലിയർ ആയിട്ട് പോവാം. ക്ലിയർ ആയിട്ട് പോവാം. സമാധാനമായിട്ട് ഇരിക്കി, നമുക്കിത് ശരിയാക്കണ്ടേ. നിങ്ങൾ ബേജാറായില്ലേ? നിങ്ങൾ ഇങ്ങനെ ബേജാറായാലും എങ്ങനെ? അപ്പൊ ബനു ഖുറൈള 500 ആൾക്കാരെങ്കിലും കൊന്നു ഇപ്പൊ നിങ്ങൾ സമ്മതിച്ചു. ഞാൻ പറഞ്ഞ കണക്ക് തെറ്റല്ലെന്നും ഞാൻ പറഞ്ഞതിന് എന്റെ റെഫറൻസ് ഉണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലായോ? ഇതൊരു രേഖ ഗണ്യമായിട്ട് കേട്ടോ, ഗണ്യമായിട്ട് ഇതിന് രേഖയല്ല. ഞാൻ പറഞ്ഞെന്താ 16 800 അഭിപ്രായ വ്യത്യാസം. ഇല്ലില്ല, ഞാൻ ഫസ്റ്റ് പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞപ്പോ നിങ്ങളോട് കണക്കെന്താ പറഞ്ഞത്? 600 ആണെന്നും 800 ആണെന്നും അഭിപ്രായം. ഞാൻ പറഞ്ഞത് എന്നല്ലേ ഞാൻ പറഞ്ഞത്? അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? നിങ്ങൾ സത്യം പറയും. നിങ്ങൾ സത്യം പറയാൻ പഠിച്ചേ പറ്റൂ. നോണ മാത്രം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. 600 ആണെന്നും 800 ആണെന്നും അഭിപ്രായ വ്യത്യാസമുണ്ട്. 16,000 16 40 ഇങ്ങനെ പല അഭിപ്രായങ്ങളും ഉണ്ട്. ഞാൻ ദ മോസ്റ്റ് വൈഡ്ലി ഇബ്നു ഇസ്ഹാഖിന്റെ വ്യാപകമായി ഭൂരിപക്ഷ അഭിപ്രായം എന്താണ്? ഇതാ ഇതൊന്നും ചോദിച്ചില്ല. ഭൂരിപക്ഷ അഭിപ്രായം ഞാൻ വായിച്ച കാര്യം എവിടുന്ന് വായിക്കണേ പറഞ്ഞോളി. ഏത് കിതാബ് വായിക്കണേ? അതായത് ഇബ്നു ഇസ്ഹാഖ് അടക്കം ഉദ്ധരിച്ച സമയത്ത് തെറ്റാന്ന് പറഞ്ഞിട്ട് ഇബ്നു സഞ്ജവഹിന്റെ കിതാബ് അൻവാലിൽ ഉദ്ധരിച്ച കാര്യം. അൻവാൽ, കിതാബുൽ അൻവാൽ കേട്ടോ ബുക്ക്. سنا عبد الله بن صالح حدثني الليث بن سعد حدثني عقيل بن شهاب أن رسول الله صلى الله عليه وسلم غدا إلى بني قريظة فحاضرهم حتى نزلوا على حكم سعد بن معاذ فقضى ابن يقتل رجالهم وتقتم ذراريهم وأموالهم فقتل منهم يومئذ 40 رجلا 40 رجلا 14 إلا عمرو بن سعد فقال رسول الله صلى الله عليه وسلم إنه كان يأمر بالوفاء. ഞാൻ ചോദിക്കട്ടെ, ഇബ്നു ഇസ്ഹാഖ് പറഞ്ഞത് തെറ്റാണെന്ന് ഏത് ചരിത്രത്തിൽ പലരും ഏതാണ്? ഏത് പണ്ഡിതൻ പറയേ? റെഫറൻസ് പറയാം. എന്താ നിങ്ങൾ റെഫറൻസ് പറയാത്ത? ഇബ്നു സഞ്ജവൈഹി. ഇബ്നു സഞ്ജവൈഹിയോ? അൻവാൽ ആണോ? നിങ്ങൾ പറയ്, ഇബ്നു സഞ്ജവൈഹി ആരാണ്? ഇബ്നു സഞ്ജവൈഹിനെ ഗൂഗിൾ അടിച്ചു നോക്കി. അല്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. അദ്ദേഹം ചരിത്രകാരനായ പണ്ഡിതനാണ്. ഏത് വർഷം ജീവിച്ചതാ? വർഷം കൃത്യം പറഞ്ഞത്. 1 മിനിറ്റ്. നീ പോയി നോക്കുവോ? നിങ്ങൾ പറയേ. ഇബ്നു സഞ്ജവൈഹി എന്താ കിതാബുൽ അംവാൽ എന്നുള്ള ബുക്ക് പഠിച്ചു. പെട്ടെന്ന് ഇപ്പൊ പിടിച്ചരാം. ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്. കേട്ടില്ല? പണ്ടിന് കേട്ടില്ല? ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണെന്ന്. അപ്പൊ നിങ്ങള് തബരീന്റെ തഫ്സീർ കേൾക്കാത്തോണ്ടെന്നല്ലേ നിങ്ങളോട് വായിപ്പിച്ചത്? ഇബ്നു സഞ്ജവൈഹി, അബൂബക്കർ ബിൻ സഞ്ജവൈഹി എന്നാണ് പേര് മുഴുവൻ. ആയിക്കോട്ടെ. അദ്ദേഹം മരിച്ചത് ഏകദേശം 258 ഹിജറ. അയാൾ ആരെ അധികരിച്ചിട്ടാണ് ഇത് പറഞ്ഞത്? അദ്ദേഹം ഏത് ഹദീസാണ് അതിൽ ഉദ്ധരിച്ചിട്ടുള്ളത്? ആ ഹദീസിന്റെ
ആധികാരികത എന്താണ്? ഒറ്റ മിനിറ്റ്. ഹദീസിന്റെതല്ലേ? ഈ ഇതിൽ വന്ന സനദുകൾ മുഴുവനും തെറ്റാണെന്ന് പറഞ്ഞത്. പിന്നെ പ്രബലം കാണിക്കണ ഈ ഹദീസ് മാത്രമാണെന്നുള്ളത്. നിങ്ങൾക്ക് ഒരു സന്നദ്ധ കിട്ടിയത് ആ നിങ്ങൾ പറഞ്ഞാൽ മതിയായി. ഞാൻ വായിച്ചിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും മലയാളത്തിൽ പോലും ഇവിടെ അച്ചടിച്ചിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ ചരിത്ര പുസ്തകങ്ങളിലും എഴുതി വെച്ചിട്ടുള്ളത് 600-900 ഇംഗ്ലീഷിലുള്ളതും 600-900 ഇതാണ് ലോകത്തെല്ലാവരും പൊതുവിൽ. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, പിന്നെ മുസ്നദ് അഹമ്മദിൽ പറയണത് 400 എന്നാണ്. മുസ്നദ് അഹമ്മദ് അത് വായിക്കും, നിങ്ങൾ എടുത്ത് വായിച്ചോളേ. ഞാനല്ല പറഞ്ഞേ, നമ്മൾ പരിശോധിച്ചോണ്ടിരിക്കല്ലേ, അതൊന്ന് കഴിയട്ടെ. അല്ലല്ല, നിങ്ങൾ ഞാൻ വായിച്ചതിനുള്ള തെളിവ്, ഞാൻ പറഞ്ഞ കണക്കിനുള്ള തെളിവ് നിങ്ങൾ അവിടെ നിന്നൊന്നും ഓടി രക്ഷപ്പെടാൻ കഴിയൂല. രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ എന്ത് രക്ഷപ്പെടാന്? എന്താണ് എന്തിന് രക്ഷപ്പെടുന്നത്? നിന്റെ അടുത്ത് രക്ഷപ്പെട്. എങ്ങനെ 40 ആൾക്കാർ വന്നോ? ഇത് പല ഹദീസുകളും 40 കൃത്യമായ സനത് ഒക്കെ സ്വഹീഫായിട്ട് വന്നിങ്ങനെന്നാണ്. താരതമ്യേന ഒരു സ്വഹീഹ് എന്ന് പറയാൻ വേണമെങ്കിൽ പറയാന്നുള്ളൂ. ഇതിന് എത്ര ആൾക്ക് ഒന്നും ഇതിന് കണക്ക്. ഇത് പിന്നെ 40 പേരെ കൊന്നു എന്ന് പറയുന്നത് കരാർ ലംഘനത്തിന്റെ ശിക്ഷ നടപ്പാക്കിയ പേരിൽ 40 പേരെ അന്നത്തെ ജൂതന്മാരും മുസ്ലിങ്ങളെ ചതിച്ചതിനും അവരെ ഉപദ്രവിച്ചതിനും ഒക്കെ തെളിവുകൾ. ഞാൻ ചോദിക്കുന്നത് ഈ ഇബ്നു ഇസ്ഹാഖും തബ്രിയും പറഞ്ഞ 600 മുതൽ 900 വരെ ഇബ്നു ഇസ്ഹാഖും തബ്രിയും പറഞ്ഞ 600 മുതൽ 600-900 ഇടയിൽ എന്ന കണക്കിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് റഫറൻസ് ആണ് ഉപയോഗിച്ചതാണ് ചോദിച്ചത്. ചരിത്രത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അത്ര ഇല്ലാന്ന് ഇയാളും വെറുതെ പറയുകയാണെങ്കിലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അത് നമുക്ക് ആലോചിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പോ 40 പേരാന്ന് വെച്ചോ. ഞാൻ ചോദിക്കട്ടെ, പണ്ഡിത ലോകത്ത് നിങ്ങളോട് നോണ പറയണ്ട, ഇസ്ലാമിക ലോകത്ത് പൊതുവിൽ അംഗീകരിക്കപ്പെടുന്ന കണക്ക് എത്രയാണ്? ഇസ്ലാമിക ലോകത്ത് കൃത്യമായ കണക്ക് ഇസ്ലാമിക ലോകത്ത് ഇതിലേതാണ് പ്രബല അഭിപ്രായം? ഞാൻ വായിച്ച 40ന്റെ കണക്ക് പ്രബലാഭിപ്രായം ഏതാണ്? ഇസ്ലാമിക ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന പ്രബല അഭിപ്രായം എത്രയാണെന്നാണ് ചോദ്യം. കേട്ടോ, പ്രബല അഭിപ്രായത്തിൽ ഈ വിഷയത്തിൽ പ്രബലാഭിപ്രായം വന്നിട്ടില്ല. പ്രബല അഭിപ്രായം, ഇതിന് പ്രബല അഭിപ്രായം സ്വഹീഹായിട്ടുള്ള ഹദീസും അതായത് ബനൂ ഖുറൈളയിലെ പറഞ്ഞുതരാം ബനൂ ഖുറൈളയിലെ പ്രായപൂർത്തിയായ, അതായത് ഗുഹ്യരോമം വളർന്നു എന്ന് പരിശോധിച്ചിട്ട് പുരുഷ ലക്ഷണം കാണിച്ച മുഴുവൻ ആളുകളെയും കൊന്നു എന്ന് വേറെ തെളിവില്ലേ? എവിടെ തെളിവ്? ഞാൻ കണ്ടിട്ടില്ല. ഇല്ലേ? വായിച്ചിട്ടില്ലേ? അല്ല, നിങ്ങൾ ആളുകളെ കൊന്നതിന് ആളുകളെ കൊന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? പലതും ഉണ്ട് ഇസ്ലാമിൽ, പലതും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ടോ? തെളിവ് സ്വഹീഹായിട്ട് വന്നിട്ടുണ്ടോ? അതായത് പണ്ഡിത ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുണ്ടോ? അത് പണ്ഡിത ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ 40 കണക്ക് പണ്ഡിത ലോകം മുഴുവൻ അംഗീകരിച്ചില്ല. ഇതും സ്വഹീഹാന്ന് പറയാൻ പറ്റൂല. ഇല്ലതിൽ ഒന്നും കൂടി തെളിവിന്റെ എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഇതിന് കൃത്യമായ തെളിവ്, എത്ര ആളെ കൊന്നു, എത്ര ആള് വധിക്കപ്പെട്ടു. സുനൻ അബൂദാവൂദ് എടുക്കും. അബൂദാവൂദില് നിങ്ങൾ സുന്ന.com കയറിക്കോളി, 4404 എടുത്താണി. ഒന്ന് വായിച്ചാണി ഹദീസ്. നിങ്ങൾ അറബി വായിക്കുന്ന ആളല്ലേ? തുറക്കറിയോ? വായിക്കേ. അല്ല, തുറക്കം പറയും. വായിക്കും സുഹൃത്തെ. തുറക്കം പറയും. എനിക്ക് വായിക്കാൻ കിട്ടില്ല പെട്ടെന്ന്, സമയമില്ലല്ലോ. നിങ്ങൾക്ക് സുനൻ അബൂദാവൂദ് മാത്രം എന്താ കിട്ടാത്ത? നിങ്ങൾക്ക് കിട്ടും, തരാം. മുഹമ്മദ് ബിൻ കസീർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നുണ്ട്. സുഫിയാൻ നിങ്ങൾ വായിച്ചോളൂ. നിങ്ങൾ വായിച്ചു സുനൻ അബൂദാവൂദ് റഫറൻസ് ആണ് വേണ്ടതെങ്കിൽ 40 ഹദീസ് 54. നിങ്ങൾ തന്നെ വായിച്ച അർത്ഥം പറയണം. എന്താ വായിക്കണ്ട നിങ്ങൾക്ക്?
നിങ്ങൾ വായിക്ക സുഹൃത്തെ. ഞാൻ നീ ഞാൻ ഹദീസ് തുടക്കം ഞങ്ങൾക്ക് വായിച്ചു തന്നു. തുടക്കം വേണ്ടല്ല. നീ ഹദീസ് ഉണ്ട്, ഞാൻ നിനക്ക് മൊത്തം വായിച്ചു. നീ വായിച്ചു അതേപോലെ അറബി വായിച്ചത് എങ്ങനെ ഹദീസ്? ഓ, അപ്പൊ എനിക്ക് അറബി വായിക്കാൻ ഹദീസിന്റെ തുടക്കല്ല ഞങ്ങൾക്ക് കാല കുന്തുമിൻ. നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ ആവശ്യം? ഈ ഹദീസ് വായിക്കാൻ നിങ്ങൾക്ക് വയ്യ, അതല്ല സംഭവം. വായിച്ചർത്ഥം പറഞ്ഞോളി. captives of Banu Qurayza, the companion examined us, and those who had begun ഞാൻ പറഞ്ഞത് തുടക്കം മുഴുവൻ ആ സംഭവത്തിൽ തുടക്കം പറയാം. മുഹമ്മദ് ബിൻ കസീർ അഖ്ബർനാ സുഫിയാൻ അഖ്ബർനാ അബ്ദുൽ മാലിക് ബിൻ ഉമൈർ ഹദ്ദസനി അത്തിയത്തുൽ ഖുർലി ഖാല കുന്തു മിൻ സബി ബനി ഖുറൈള. സുഹൃത്തെ ഗ്രേഡ് സഹീഹാണ്, സഹീഹായ ഹദീസാണ്. സുനൻ അബൂദാവൂദില് സഹീഹ് ഗ്രേഡിൽ കിടക്കുന്ന ഹദീസാണ്. ഹദീസ് തള്ളിക്കോ, അത് കുഴപ്പമില്ല. ഹദീസ് തള്ളിക്കോ, നിങ്ങൾ അർത്ഥം പറയണം. അർത്ഥം പറയണം. ഇപ്പൊ വായിച്ചത്രയും പറഞ്ഞോളീം. വായിക്കില്ല, ഇപ്പൊ വായിച്ചത്ര അർത്ഥം പറയും. ഞാൻ പറഞ്ഞ മുഴുവൻ ആൾക്കാരെ പേര് പെട്ടെന്ന് മനസ്സിൽ നിൽക്കോ? ഇത് ഓരോരുത്തരോട് പറഞ്ഞ സംഭവം വേണ്ടത്. നിങ്ങൾക്ക് ഈ ഹദീസിലെ സനദിന്റെ ആൾക്കാരെ മുഴുവൻ പേരൊന്നും വേണ്ട. നിങ്ങൾ അതിന്റെ ഇതുകൊണ്ട് സഹീഹായി വരണമെങ്കിൽ അതിന് ഷർത്തും. അത് സഹീഹായ ഹദീസ് നോക്കാൻ അൽബാനിക്കും അറിയില്ല, ഇത്ര കാലം മുസ്ലിം ലോകത്തിന് അറിയില്ല. പിന്നെ ഉച്ചല്ലോ നിങ്ങൾ ഇത് പറയും. അസറായിട്ട് വരുന്നതാണ് ഹദീസല്ല. അസറും ഹദീസും വ്യത്യാസമുണ്ട്. അസർ എന്നല്ല സുഹൃത്തെ, സഹീഹ് ഗ്രേഡാണ് അൽബാനി ചെയ്തിട്ടുള്ളത്. ഹദീസിന്റെ ഹുക്മ സഹീഹാണ്, ആർക്കും പരിശോധിക്കാം. 4404 അബൂദാവൂദ് എടുക്ക്, നിങ്ങൾ വായിക്ക്. സുഹൃത്തുക്കളെ ഹദീസിന്റെ വായിച്ചിട്ട് ഇബാറത്ത് വെച്ച് അർത്ഥം വായിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? വായിക്കാൻ പറ്റും. എന്തെങ്കിലും പറയണത് നിങ്ങൾ വായിക്കൂല. കാരണം എന്താ അറിയോ? ആർക്കൊക്കെ പ്യൂബർട്ടിയുടെ ഹെയർ മുളച്ചു തുടങ്ങിയിരുന്നു അവരെ മുഴുവൻ കൊന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ആകെ 40 ആളെ ഉണ്ടായിരുന്നുള്ളൂ ബനൂ ഖുറൈള. ഒരു ഹദീസ് കണ്ടാല് ആദ്യം ഒരാൾ ചോദിക്കാൻ അപ്പൊ കഴിഞ്ഞു. അപ്പൊ ഹദീസും കഴിഞ്ഞു. അപ്പൊ ഹദീസ് തള്ളി. ഏതൊക്കെ ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ആദ്യമായിട്ട് ഹദീസ് കണ്ടാൽ അത് ആര് റിപ്പോർട്ട് ചെയ്തു? ആരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു? ഏതാ സ്വഹാബിയ റിപ്പോർട്ട് ചെയ്തു? ഏത് സ്വഹാബിയ റിപ്പോർട്ട് ചെയ്തു? അതൊക്കെ ആയിക്കോട്ടെ. നിങ്ങൾ ഹദീസ് വായിക്കും സുഹൃത്തെ. ഹദീസാണോ? ഹദീസ് വായിക്കാൻ പറഞ്ഞു, ഹദീസ് വായിച്ചു. സുനൻ അബൂദാവൂദിലെ 4404 ഹദീസ് നിങ്ങളെ മുമ്പിലുണ്ട്. നിങ്ങളത് വായിച്ചു. നിങ്ങൾക്ക് അത് വായിക്കാൻ വയ്യപ്പോ അതാ പ്രശ്നം. നിങ്ങൾക്ക് അർത്ഥം പറയാൻ പറ്റും. എന്തൊരു ഉഷാറായിരുന്നു മറ്റേ കിതാബുൽ വായിക്കാൻ എന്തൊരു ഊറ്റായിരുന്നു. വായിക്ക് സുഹൃത്തെ. നിങ്ങളാണ് വായിക്കേ. ഇത് സഹീഹല്ല, അത് തെറ്റാണ്, ലൈഫാണ്. അതൊക്കെ നിങ്ങൾ പറഞ്ഞോളി. ഹദീസ് സ്വീകാര്യമല്ല നിങ്ങൾ പറഞ്ഞോളി. പക്ഷെ ഹദീസ് നിങ്ങൾ വായിക്കേ. എന്നിട്ട് അതിന്റെ ഹുക്കം എന്താ എഴുതിയത് വായിക്കേ. ഹദീസ് 44 4404 4404 അല്ലേ? ഞാൻ ഇബാറത്ത് വായിച്ചതിന് അർത്ഥം പറഞ്ഞ മതി. ഇതില് ഏതാണ് ഇപ്പൊ 4004? ഇബിന്ദു ഒരു മിനിറ്റ് ലിങ്ക് വേണോ? ലിങ്ക് അയച്ച നമ്മക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മക്ക് ഇത് പഠിക്കല്ലേ, നമ്മൾ പഠിക്കാൻ വേണ്ടി നല്ല പഠനാണല്ലോ. ഓക്കെ, ഹദീസിന്റെ എന്റെ നമ്പർ ഒന്ന് കോപ്പി ചെയ്യാൻ പറ്റുമോ? നമ്പറോ? അല്ല, എനിക്ക് വാട്സാപ്പിലേക്ക് കണക്ക് അയച്ചു തരണമെങ്കിൽ സുന്ന.com അബൂദാവൂദ് 4404 അടിച്ച ഹദീസ് മുന്നിലോട്ട് വരൂലേ? فمن لم ينبت لم يقتل فكنت في من لم ينبت. ഒരു മിനിറ്റ് ഞാൻ വിളിക്കാം. പോലെ നിങ്ങൾ പറഞ്ഞിട്ട് പോ.
ഇതിന്റെ The അർത്ഥം person പറഞ്ഞിട്ട് you are speaking with has put your call on hold. Please stay on the line. താങ്കൾ സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തി താങ്കളുടെ കോൾ ഹോൾഡ് ചെയ്തിരിക്കുന്നു. ദയവായി ലൈനിൽ തുടരുക. आप जिस व्यक्ति से बात कर रहे हैं उसने आपकी कॉल को होल्ड पे रखा है. कृपया लाइन पर बने रहें. The person you are speaking with has put your call on hold. Please stay on the line. താങ്കൾ സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തി താങ്കളുടെ കോൾ ഹോൾഡ് ചെയ്തിരിക്കുന്നു. ദയവായി ലൈനിൽ തുടരുക. आप जिस व्यक्ति से बात कर रहे हैं उसने आपकी कॉल को होल्ड पे रखा है. कृपया लाइन पर बने रहें. The person you are speaking with has put your call on hold. Please stay on the line. താങ്കൾ സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തി താങ്കളുടെ കോൾ ഹോൾഡ് ചെയ്തിരിക്കുന്നു. ദയവായി ലൈനിൽ. ഹലോ, ആ പറയും, നിങ്ങൾ വായിച്ച അർത്ഥം പറയും. അല്ല പറയും. നിങ്ങൾ വായിച്ച അർത്ഥം, നിങ്ങൾ വായിച്ചില്ല, അറബി വായിച്ച് മുടങ്ങിപ്പോയില്ല, നിങ്ങൾ അർത്ഥം പറയും. ഓ, എന്ത് കുടുങ്ങിപ്പോയി. അതിന്റെ അർത്ഥം പറയും. ഈ ഹദീസിന്റെ സ്വഹാബിയുടെ പേരെന്നതില് ഞാൻ ചോദിച്ചത് ആ ഹദീസിന്റെ ഇബാറത്ത് വായിച്ചിട്ട് അർത്ഥം പറയും സുഹൃത്തെ, സമയം കളയല്ലേ. നിങ്ങളിപ്പോ വായിച്ചല്ലോ, ഫമൻ അൻബത്ത ഷഅറ ഖുതില ഫമൻ ലം യുൻബിത് ലം യുഖ്തൽ ഫകുൻതു ഫീമൻ ലം യുൻബിത്. അതിന്റെ അർത്ഥം പറഞ്ഞേരി. പക്ഷെ മറ്റേ ഇത് മുളച്ച ആൾക്കാരെ കൊന്നു, മറ്റേ ആളെ കൊന്നില്ലാന്നോ? നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ എന്തോ ഒരു ഊറ്റത്തിലാണ് ഇപ്പൊ മറ്റേ ഇബാറത്ത് വായിക്ക് സുഹൃത്തെ, നിങ്ങൾ അങ്ങനെ വായിച്ചാൽ മതി. ഫമൻ അമ്പത് ഷഅറ ഖുതില, അതായത് ഈ ഷഅർ മുളച്ച ആൾക്കാരെ കൊന്നു. അതിനെ ഫമൻ ലം യുംബിത് ലം യുഖ്തൽ, അതായത് മുളച്ചിട്ടില്ല, ലം യുഖ്തൽ കൊല്ലപ്പെട്ടിട്ടില്ല. രോമം എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഏത് രോമം? എന്ത് രോമം? ഇതിലെ രോമത്തിന് പേര് പറഞ്ഞിട്ടില്ല. എന്നാ പറയണ്ട, ശരി ആയിക്കോട്ടെ. രോമം മുളച്ചത് നോക്കിയിട്ട് ആളെ കൊന്നു, രോമം മുളക്കാത്തവരെ കൊന്നില്ല. അപ്പൊ എല്ലാവരും തലയിലെ മുടിയൊക്കെ ജനിക്കുമ്പോ തന്നെ മുളക്കണാണ്, ബാക്കി എന്ത് മുടിയാന്ന് ആൾക്കാർ ഗസ് ചെയ്യട്ടെ. പോട്ടെ, പോട്ടെ, മുടി ഏതാന്നുള്ള വിഷയം പറഞ്ഞു. ഇനി നിങ്ങൾ കിതാബുൽ അംവാലത്തെ കണക്കൊന്നു പറഞ്ഞു. 40. അതായത് ബനൂ ഖുറൈളയില് നിങ്ങളെ കണക്ക് പ്രകാരം ആകെ 40 പുരുഷന്മാരുണ്ടായിരുന്നു അല്ലെ? കാര്യണ്ട്. നിങ്ങളിപ്പോ ഈ കണക്ക് പ്രകാരം ഇതും നിങ്ങളെ കിതാബുൽ അംവാൽ ഒന്ന് നമുക്ക് കോറിലേറ്റ് ചെയ്ത് നോക്കാം. അല്ല, നീ കൊന്നു വിചാരിച്ചോ? അല്ല, അതൊക്കെ അതിലേക്കൊക്കെ നമ്മൾ പോവാ. എന്തായാലും ഇപ്പൊ നമ്മള് കണക്കുമ്പോ കെട്ടിമറിഞ്ഞു. ഞാനാണെങ്കിൽ കാൽക്കുലേറ്റർ കൊടുത്തു. ഇത് പറയാം, ഞാനാണെങ്കിൽ കാൽക്കുലേറ്റർ കൊടുത്തു, കണക്ക് കൂട്ടണല്ലോ അപ്പൊ നമുക്കിത്. ഇനി നിങ്ങൾ പറയും, നിങ്ങളെ കണക്ക് കിതാബുൽ അംവാൽ അനുസരിച്ച് 40 പേര്. ഇവിടെ ഹദീസ്, സഹിയായ ഹദീസ് പ്രകാരം അതിൽ നിന്ന് രോമം മുളക്കാത്തതിന്റെ പേരിൽ ജീവൻ തിരിച്ചു കിട്ടിയ ഒരു ചങ്ങാതി സഹാബി ആയിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു. റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സഹീഹ് ഗ്രേഡിൽ വന്നിട്ടുള്ളത് പറയണത് രോമം മുളക്കാത്തോണ്ട് ഞാൻ കഴിച്ചിലായി, രോമം മുളച്ചവരൊക്കെ ഓല് കൊന്നു. ഞാൻ ചോദിക്കണത്, ബനൂ ഖുറൈള ഗോത്രത്തിൽ ആകെ 40 പ്രായപൂർത്തിയായ പുരുഷന്മാരുണ്ടായിരുന്നുള്ളൂ. ഇത് ആ ബനൂ ഖുറൈളക്കാരെ മൊത്തം കൊന്നു നടത്തുണ്ടോ അതിന്? അല്ല, രോമം മുളച്ചവരെ കൊന്നു. അല്ല ഞാൻ പറയട്ടെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ 140 ഈ രോമം കൂടി ഒന്ന് നിങ്ങൾ പറഞ്ഞ 40 ഈ രോമം മുളച്ച ആണുങ്ങളെ എണ്ണം കൂടി ഒന്ന് കണക്ട് ചെയ്ത് തന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ചോറും തിന്നുണ്ടല്ലോ, ഭക്ഷണമൊക്കെ കഴിക്കണ്ടല്ലോ, ബുദ്ധിയില്ലേ, മനുഷ്യന്മാരല്ലേ, ചോറ് തിന്നാന്നുള്ള സോറി അപ്പൊളിറ്റിക്കലാണ്. അല്ല, നിങ്ങൾ എന്തത്ര ആലോചിക്കാൻ സുഹൃത്തെ. നിങ്ങൾ പറഞ്ഞ 40 സഹിഹായ ഹദീസിലുള്ളത് രോമം മുളച്ചവരെ ഒക്കെ കൊന്നു, മുളക്കാത്തവരെ കൊന്നില്ല. മുളക്കാത്തവരെ കൊന്നില്ല പറഞ്ഞാൽ ഓല പാലും തേനും ഊട്ടല്ല, ഓല അടിമകളാക്കി പിടിച്ചു വീതം വെച്ചു എന്നാണ് അർത്ഥം. അങ്ങനെയുണ്ടോ? അങ്ങനൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. നിങ്ങൾ ആദ്യം ഇത് തീരുമാനം തന്നത് തിന്നി, എന്നിട്ടല്ലേ അടുത്തത്. എത്ര 500 ആൾ കൊന്നു അറിയില്ല നിങ്ങള്? ഞാൻ പറഞ്ഞല്ല, നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ രോമം മുളച്ചത് നിങ്ങളെ 40 കണക്ട് ചെയ്ത് തന്നാൽ മതി, ബാക്കിയൊക്കെ വിടാം നമുക്ക്. ഞാൻ പറഞ്ഞത് ഇതില് 16 എന്ന് പറയുന്നുണ്ട്.
പോട്ടെ, ഇനിയിപ്പോ 50 ആൾ നിങ്ങൾ ഇത് കണക്ട് ചെയ്ത് തരും. ബനു ഖുറൈളയുടെ ടോട്ടൽ പോപ്പുലേഷൻ ആ സമയത്തുള്ളത് ഗ്രന്ഥകാരന്മാര് മുഴുവൻ ബനു ഖുറൈളക്കാരെ മുഴുവൻ കൊന്നു നടത്തണ്ടോ? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, നിങ്ങൾ പറഞ്ഞാൽ മതി കണക്കേ. ഞാൻ പറയാം എത്ര ആളെ കൊന്നതിൽ നിങ്ങൾ പറഞ്ഞാൽ മതി എത്ര ആളെ കൊന്നു. നിങ്ങൾ ആകെ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യമായിട്ട് തോന്നിയത് നിങ്ങൾ നേരത്തെ പറഞ്ഞ കിതാബുൽ അംവാലിത്തെ 40 എന്നുള്ള കണക്കല്ലേ? സഹിഹായ ഒന്നിലധികം 2, 3, 4 ഹദീസില് രോമം മുളച്ചവരെയൊക്കെ കൊന്നു എന്നുണ്ട്. രോമം മുളച്ചവരെയൊക്കെ കൊന്നു എന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് 40 ആള് മാത്രമാണോ ബനു ഖുറൈളയിൽ പ്രായപൂർത്തിയായ രോമം മുളച്ച ആണുങ്ങൾ ഉണ്ടായത് എന്നാണ് ഞാൻ ചോദിച്ചത്. അതാണോ നിങ്ങളെ കണക്ക്? ഈ 40 രോമം മുളച്ച ആണുങ്ങള് മുഹമ്മദ് നബീനെയും സംഘത്തിനെയും കൊല്ലാൻ വേണ്ടി സഹായം ചെയ്തു എന്നാണോ നിങ്ങളെ ആരോപണം? അത് മാത്രമൊന്നുമല്ല. അല്ലല്ല, അതിലേക്ക് നമുക്ക് പോകാം. ഞാൻ കണക്ക് മാത്രം ഇപ്പൊ നിൽക്കുന്നത്. നിങ്ങൾ ഈ 40 ഇങ്ങോട്ട് ഒന്ന് റാഷണലൈസ് ചെയ്ത് തന്നാൽ മതി. നിങ്ങളെ യുക്തി ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഉരുണ്ട് പെരണ്ടി 40 ഒന്ന് സെറ്റാക്കി തരി. ഈ സഹിഹായ 2-3 ഇനി 40 ആയിക്കോട്ടെ. ഞാൻ പറയില്ലേ, 500 സമ്മതിക്കണ്ട. നിങ്ങൾ കണക്ക് ശരിയാക്കി തന്നിട്ട് സമ്മതിച്ചാൽ മതി. കണക്ക് ശരിയാക്കി തന്നാൽ മതി. എങ്ങനെ കണക്ക് ശരിയാക്കണം? നിങ്ങളല്ലേ പറഞ്ഞ 40 ആണ് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ഹദീസ് 40 എണ്ണാണ്. 500 കണക്ക് തെറ്റാണെന്ന് പറഞ്ഞില്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്? ഞാൻ പറഞ്ഞതും ഇസ്ലാമിക ലോകത്ത് സ്വീകാര്യമായിട്ടുള്ള കണക്ക് അല്ലെങ്കിൽ പൊതുവിൽ അംഗീകരിക്കപ്പെടുന്ന കണക്ക് 600-ന്റെയും 800, 900, അതായത് 800-ന്റെ മുകളിൽ നിന്നുണ്ട്, 800-ന്റെ താഴെ. ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്താ, 600 എന്നും 800 എന്നും എണ്ണത്തിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. നടന്നത് കൂട്ടക്കൊലയാണ്. ഗുഹ്യരോമം മുളച്ചോ എന്നതായിരുന്നു കൊല്ലണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടതിന്റെ മാനദണ്ഡമായിട്ട് മുഹമ്മദ് പരിഗണിച്ചത്. ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്ത കൂട്ടക്കൊല നടത്തിയ ഒരാള് ആ എണ്ണത്തിന്റെ കണക്കുമ്പോ പറഞ്ഞ് ഇനി ഇവിടെ കിടന്ന് നിലവിളിക്കരുത്. നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിക്ക് പോയി സമാധാനത്തിന്റെ മതമായ മുഹമ്മദ് നബി അക്രമം പ്രവർത്തിച്ചു എന്ന് ഞാൻ നോണ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് പിന്നെ അല്ലല്ല. 600-700 ആളൊക്കെ നേരത്തെ നിർത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ തല അരിയുന്നത് കാരുണ്യമാണ്. അതാണ് നമ്മളെ സാഹിബ് പറഞ്ഞതേ. അതാണ് നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞല്ലോ, അള്ളാഹിന്റെ റസൂൽ 1000 തല അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അരിയൽ കാരുണ്യമാണ്. അങ്ങനെയല്ലേ? എന്റെ പൊന്നാര സഹോദരാ, കൊന്നിട്ടുണ്ടോ? ഈ കൂട്ടക്കൊല നടത്തിയിട്ടുണ്ടോ ഇല്ലേ? പാകിസ്ഥാനിൽ വന്ന് പാകിസ്ഥാനി 2 ആൾക്കാരെ 3 ആൾക്കാരെ ഈ ആൾക്കാരെ കൊന്നു. കൂട്ടക്കൊല നടത്തിയിട്ടുണ്ടോ ഇല്ലേ? കൂട്ടക്കൊലയല്ലത്, കൂട്ടക്കൊലയാണ്. രോമം മുളച്ചോ എന്ന് നോക്കി ഒരു ഗോത്രത്തിലുള്ള പുരുഷന്മാര് ഒരു കൂട്ടക്കൊല എന്ന് പറഞ്ഞാൽ ആളുകളെ കൂട്ടമായി കൊല്ലുക, അത്രയുള്ള കൂട്ടക്കൊല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയല്ലോ കൂട്ടക്കൊല. ഞാൻ എന്താ കൂട്ടക്കൊല എന്ന് പറഞ്ഞാൽ? കൂട്ടക്കൊല കൂട്ടക്കൊല കണക്ക് എത്ര? അല്ല, എന്താ കൂട്ടക്കൊല എന്ന് പറഞ്ഞാൽ? കൂട്ടക്കൊല നിങ്ങൾ പറയും. കൂട്ടക്കൊല എന്താ നിങ്ങൾ മനസ്സിലാക്കി? നിങ്ങൾ പറയും കൂട്ടമായിട്ട് ഒരു കൂട്ടം മനുഷ്യരെ ഒന്നിച്ച് കണക്ക്. ഒരു കൂട്ടത്തിൽ എത്ര കണക്ക് വേണം? മാസ് കില്ലിംഗ് എന്നുള്ളൂ. കൂട്ടം, ഒരു കൂട്ടം ആളുകളെ ഗ്രൂപ്പ്. ആ കൂട്ടത്തിൽ എത്ര ആൾ വേണം? 2 ആളോ 3 ആളോ? എത്ര ആളോ? 3 ആളെ കൊന്നാലും കൂട്ടക്കൊലായി. എങ്ങനെ 3 ആളെ കൊന്നാലും? ഒരു ഗ്രൂപ്പിൽ 10 ആളുകളാ, 10 ആളെ കൊന്നാൽ കൂട്ടക്കൊലയാവും. ആയിക്കോട്ടെ, അതന്നെ കൂട്ടക്കൊല. ഇപ്പൊ യുദ്ധത്തിന് വരുന്ന ഇവരോട് പോരാടുന്ന ആൾക്കാർ ഈ ഓൾക്ക് 3 ഉപാധികളെ കൊടുത്തിരുന്നത്. ഉപാധിയൊക്കെ പോട്ടെ, കണക്ക് കൂട്ടക്കൊല. സഹോദര, ഇന്ന് ഇസ്രായേലിൽ കൂട്ടക്കൊല നടത്തുന്നല്ലോ. എന്തിന്റെ പേരില ഇന്ന് ഇസ്രായേലിൽ കൂട്ടക്കൊല? നമുക്ക് വരാനേ മാറ്റി മുത്താണെന്നൊന്നും എനിക്ക് വാദമല്ലല്ലോ. അതൊക്കെ നിങ്ങൾ അവിടെ പോയി പറഞ്ഞോളി. മുഹമ്മദ് നബി കൂട്ടക്കൊല നടത്തിയിട്ടുണ്ടോ ഇല്ലേ? ഇല്ല. ഇല്ലേ? കൂട്ടക്കൊലല്ല, പിന്നെ നീതിക്ക് വേണ്ടിയുള്ളതാണ്. എത്ര ആളെ കൊന്നു? എത്ര ആളെ അതിൽ അഭിപ്രായ വ്യത്യാസം? 40 ഒന്ന് കറക്റ്റ് ചെയ്ത് തരും. 40 കറക്റ്റ് ഞാൻ പറഞ്ഞു. ഞാൻ അംഗീകരിക്കും. അതും ദുർബലമായ ഹദീസുകളിൽ അഭിപ്രായങ്ങളിൽ ഏറ്റവും പിന്നെയും ഞാൻ പറഞ്ഞല്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ പിന്നെയും നമുക്ക് ലോജിക്ക് വെച്ചിട്ട് ആലോചിച്ചാല് ഞാൻ ബനു ഖുറൈളയിലെ സംഭവത്തെ നിരാകരിച്ചിട്ടില്ല. അവിടെ അത്ര കണക്ക് കൃത്യം കൂട്ടക്കൊല നടത്തിയ ആള് ഞങ്ങൾ അവിടെ കാരുണ്യവാനല്ല.
കൂട്ടക്കൊല നടത്തിയ ആള് കൊലപാതകിയാണ്, ഞാൻ ചോദിക്കട്ടെ ഞാൻ സിമ്പിൾ കാര്യം പറയട്ടെ, സിമ്പിൾ ആയിട്ട് കാര്യം പറയട്ടെ. ഓക്കെ ശരി അന്യായമായിട്ട് ഒരു കൂട്ടം ആളുകളെ കൊല്ലുന്നത് ന്യായീകരിക്കാൻ പറ്റും. അന്യായമായിട്ട് ഞാൻ പറയട്ടെ ലിയാക്കത്തെ, ഞാൻ പറഞ്ഞുതരാം. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ, ആയിക്കോട്ടെ ഞാൻ സമ്മതിച്ചു. അതായത് കൂട്ടക്കൊല നടത്തുന്നത് അന്യായമായ കാരണങ്ങളാൽ, ഇപ്പൊ ഞാനൊരു കൂട്ടം ആളുകളെ വെറുതെ പോയിട്ട് ആക്രമിക്കുക, ഓല അടിമകളായി കൊണ്ടുവരിക, ന്യായീകരിക്കാൻ പറ്റില്ല. നീ പറയട്ടെ, നീ ബനു പറയുന്ന കാര്യം ഞാൻ പറയട്ടെ. നീ പറയാൻ സമ്മതിക്ക്, നീ എന്ത് ബേജാറാണ്? ഞാൻ പറയട്ടെ, ഒരു ഉദാഹരണം പറയാം. കൂട്ടക്കൊലയെ ന്യായീകരിക്കണേ, ന്യായീകരിക്കല്ല, അടയാളം നോക്കിയിട്ട് ഒരു ജനതയിലെ പുരുഷന്മാരെ മുഴുവൻ കുട്ടികളെയും സ്ത്രീകളെയും അടിമകളാക്കി പിടിച്ച് അണികൾക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്തതിനെ ന്യായീകരിക്കുകയാണ്. കാരുണ്യമല്ല, ഇത് അക്രമമാണ്, കാടത്തമാണ്. ശരി, കഴിഞ്ഞു. ഞാൻ പറയട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞത് തെളിവുള്ള സാധനമാണ്. നീ 500 ആളെ ഞാൻ പറയട്ടെ, ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ഞാൻ പറഞ്ഞത് മുഹമ്മദ് നിന്റെ വീട്ടില് കാരുണ്യവാനായ ഭരണാധികാരിയാണോ ഹിറ്റ്ലർ? ഹിറ്റ്ലർ കാരുണ്യവാനായ ഭരണാധികാരിയാണോ? ആണോന്ന് ദൂതന്മാരെ വെറുതെ കൊന്നു എന്നാണ് പറഞ്ഞത്. അത് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചതാണ്. എന്റെ അഭിപ്രായം കാരണം വെറുതെ അന്യായമായി കൊന്നതാണെങ്കിൽ അയാള് മറ്റേ ഇതാണ്. ചോദിച്ചതിന് സമാധാനം പറയും. നിങ്ങളെ കാഴ്ചപ്പാടിൽ ഹിറ്റ്ലർ കാരുണ്യവാനായ ജർമ്മൻ ജനതയുടെ രക്ഷകനാണോ? അല്ല. നെതന്യാഹു ഇസ്രായേലിന്റെ രക്ഷകനാണോ? അല്ല. കാരണമുണ്ട്. കാരണം എല്ലായിടത്തും ഉണ്ട്. എല്ലാവർക്കും കൊലയാളി പറയുന്ന ന്യായമല്ല പരിഗണിക്കുക. പാകിസ്ഥാനിൽ പോയിട്ട് ഒരു 10 ആളെ നിങ്ങൾ ഈ പാലക്കാട് ഇപ്പം 2 ആളെ 3 ആളെ കൊന്നിട്ട് ജയിലിൽ കിടക്കുന്ന ഒരു ചെന്താമരുണ്ട്, ഓനോട് പോയി ചോദിച്ചു നോക്കി, ഓനക്കും കാരണമുണ്ട്. എന്റെ പൊന്നാലിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പാകിസ്ഥാനിൽ പോയിട്ട് ഇത്ര ആളെ കൊന്നു പറഞ്ഞു, മറ്റേ ബോംബേറില് തീവ്രവാദികളെ. ലിയാക്കത്തെ, ജയ്ഷെ മുഹമ്മദിന്റെ പോരാളി അവിടെ എല്ലാം തകർത്തു പറഞ്ഞു ഇന്ത്യ. അത് ന്യായമാണോ? ന്യായമാണ്. എന്ത് കാരണം? ന്യായമാണ്. ഇങ്ങോട്ട് ആക്രമിച്ചിട്ട് ഇവിടെ നിരപരാധികളായിട്ട് നടത്ത മനുഷ്യന്മാരെ ഇനി നിങ്ങൾ എന്താണ് ആക്രമിച്ചത്? ആരാക്രമിച്ചേ? അല്ല, എന്നിട്ട് നമ്മൾ ഇവിടുന്ന് പാകിസ്ഥാനിൽ പോയിട്ട് അവിടെ വല്ല തുണി പൊക്കി നോക്കിയിട്ട് വല്ല പ്രായപൂർത്തിയായ ആണുങ്ങളെ മൊത്തം മര്യാദക്ക് കാട്ടിയില്ല. ഇസ്ലാമിന്റെ യുദ്ധത്തിന് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുടെ പ്രായപൂർത്തിയായ ആളുകൾ കുട്ടികളെ വിട്ടേക്കണം. സായുധരായ 2 പരമാധികാര രാജ്യങ്ങളുടെ സൈന്യങ്ങളും തമ്മിൽ നടത്തുന്ന പോരാട്ടത്തെയാണോ ഒരു ജനതയെ കോട്ടക്കുള്ളിൽ 30ഓളം ദിവസം ഉപരോധിച്ച് നിരായുധീകരിച്ച് കബളിപ്പിച്ച് പുറത്തു ചാടിച്ചതിന് ശേഷം നിരത്തി നിർത്തി ഒരു മനുഷ്യനും അയാളുടെ അനുയായികളും ചേർന്ന് ഗുഹ്യരോമം നോക്കിയിട്ട് കൊക്കയിലേക്ക് എറിഞ്ഞതിനെയാണോ ഇന്ത്യ പാകിസ്ഥാൻ വാർ നിങ്ങൾക്കൊക്കെ പറഞ്ഞത്? എന്താണ് അവിടെ എന്താ വേറെ പറയാം. മുടി മാത്രമേ ഉള്ളൂ. അല്ല നിങ്ങൾ പറയും. നിങ്ങൾ പറയും രോമം അല്ലെങ്കിൽ മുടി എന്നുള്ള രോമം. ശരി, രോമം. ഗുഹ്യ മുടിയല്ല, ഗുഹ്യരോമം. ശരി, ഇന്നത്തെ തെറ്റാണ്. ഗുഹ്യരോമം നോക്കി നിങ്ങൾ പറയും. നിങ്ങൾ ഏതാ രോമം പറഞ്ഞോളി. അവിടെ എന്താണ് പറഞ്ഞ ആൾ ഉദ്ദേശിച്ച അയാൾ പറയും. അയാൾ അല്ല ഗുഹ്യരോമം കിട്ടിയത്. ഞാനൊക്കെ നമ്മള് സാമാന്യമായിട്ട് ജനതയല്ലേ, സാമാന്യ ബോധം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അല്ലാതെ ബാസിൽ പറഞ്ഞവർക്ക് കോമൺ സെൻസ് ഓഫീസല്ല. ഇവിടെ ഇദ്ദേഹം ഇവിടെ കവി ഉദ്ദേശിച്ച രോമം ഏത് രോമം? അല്ല നിങ്ങൾ പറഞ്ഞോളി. ഇതില് ഈ പറഞ്ഞത് അത് എവിടെയും കിട്ടണ്ട, അത് അതിൽ തന്നെ ഉണ്ട്. അതിലുണ്ട്. പറയും ഏതാ രോമം, വേറെ ഏതാ രോമം? രോമം മുളച്ചവരെ കൊന്നു, രോമം മുളക്കാത്തവരെ കൊന്നില്ല. ഞാൻ രോമം മുളക്കാത്ത കൂട്ടത്തിലായിരുന്നു എന്നൊരാൾ പറയാം.
അല്ല നീ ആയിക്കോട്ടെ, ഞാൻ അങ്ങനെ പറഞ്ഞു. അതിന്റെ ഗുഹ്യരോമം എവിടെ? അല്ല നിങ്ങൾ പറയുന്ന പിന്നെ ഏത് രോമാണ്? എനിക്കറിയില്ല, പറഞ്ഞ ആളോട് ചോദിക്കണം. ഞാൻ പറഞ്ഞു ഏത് രോമായാലും കുഴപ്പമില്ല, എനിക്കറിയില്ല, ഏതോ ഒരു അറിയാത്ത രോമം കാര്യം നോക്കി ഞാൻ അപ്പൊ അതങ്ങനെയാണ് ഞാൻ വരുത്തി തീർക്കൂല. ഗുഹ്യരോമം നിങ്ങൾ പറയും എന്ത് രോമം അല്ല, നോക്കി ഗുഹ്യരോമാണോ? നിങ്ങൾ പറയും മുഹമ്മദ് അല്ല, നബിയും എനിക്കറിയില്ല. സംഘവും ബനു ഞാൻ ഖുറൈളയിൽ ആളുകളെ കൊലപ്പെടുത്തുന്നതിന് മുൻപായി പരിശോധിച്ച രോമം. ഹദീസ് വായിക്കാൻ നമ്മൾ പറഞ്ഞു, ഈ വീഡിയോ ഹദീസ് കാണുന്ന വായിച്ചു, ആളുകൾക്ക് അതിന്റെ ഈ അർത്ഥം വീഡിയോ കാണുന്ന വായിച്ചു. ആളുകൾക്ക് വോട്ട് ചെയ്യാം. മുഹമ്മദ് നബി ബനു ഖുറൈളയിൽ ആളുകളെ കൊലപ്പെടുന്നതിന് മുമ്പായി പരിശോധിച്ച രോമം ഏതാണ്? നിങ്ങൾ പറയും. മീശ രോമം, താടി രോമം, പുരിക രോമം, ഹദീസിൽ വായിക്കും. കക്ഷരോമം, എന്ത് രോമം? നിങ്ങൾ പറയും. പറഞ്ഞോളി സുഹൃത്തെ, ഏതാണ് രോമം? നിങ്ങൾ പറയും. ഏതാണ് നിങ്ങൾ ഏതാണ് രോമം? ഏതാണ് രോമം? ഏതാണ് രോമം? അല്ല, ഏതാണ് ആ രോമം? നിങ്ങൾ പറഞ്ഞോളി. ഞാൻ തെറ്റാണെങ്കിൽ ഞാൻ തിരുത്താം. നിങ്ങൾ പറഞ്ഞോളി, ഏതാണ് രോമം? ഞാൻ ചോദിക്കും, ഞാനല്ല ഹദീസ് വായിച്ചു, ഞാൻ ഗുഹ്യരോമം എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ ഏത് രോമം പറഞ്ഞിട്ടില്ല, നീയാണ് പറഞ്ഞത് ഗുഹ്യരോമം എന്ന്. ഞാൻ ആ വായിച്ചപ്പോൾ കൊണ്ട് പറഞ്ഞെന്താ, ഏതാ രോമം എന്ന് നമ്മൾ സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അത് ഇവ പ്രത്യേകിച്ച് പോണ്ടാന്ന്. പ്രായപൂർത്തിയ മീശന്റെ അടിയാണുണ്ട്. മീശ മുളച്ച് പറയുന്നത് സാധാരണ പറയും, മീശ മുളച്ചില്ല, പൊടി മീശക്കാരനാണ് പയ്യൻ എന്നൊക്കെ പറയുന്നത്. എന്താ മീശ മുളക്കാരന? മീശ മുളക്കാൻ പ്രായപൂർത്തിയാണ് തെളിവാണ്. മീശ മുളക്കാരൻ എന്താ അർത്ഥം? അല്ല, ഗുഹ്യരോമം വാക്കുണ്ടല്ലോ. മീശ മുളക്ക, ആൺകുട്ടികൾക്ക് മീശ മുളക്കുക എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയുടെ ലക്ഷണമാണ്. ഗുഹ്യരോമം മുളക്കണതാണെങ്കിലോ? ഗുഹ്യരോമം അവിടെ ആണ് പറഞ്ഞോ മീശ? അതെന്തിനാ നോക്കുക? ഞാൻ പറയുന്നത് നീ പൊക്കി നോക്കി എന്ന് ഒരു ഹദീസ് കിട്ടിയാല് അതാണ് ഇതാണ് ഇങ്ങനെയാണ്. ആ ഹദീസ് പൊക്കി നോക്കി അവിടെ എങ്ങനെ പൊക്കി നോക്കി എന്നുള്ള പ്രയോഗം ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞു രോമം മുളച്ചിട്ടുണ്ടോ? രോമം മുളച്ചോ എന്ന് നോക്കി. ഇപ്പൊ എന്റെ പ്രശ്നം എന്താ? ഇപ്പൊ 40 അല്ല 500 വേണമെങ്കിൽ സമ്മതിക്കാം. പക്ഷെ നോക്കിയ രോമം ഗുഹ്യരോമല്ല. അത്രയുള്ള പ്രശ്നം. ആയിക്കോട്ടെ, ഗുഹ്യരോമല്ല, കൈമത്തെ രോമാണ്. പോട്ടെ, പ്രശ്നം തീർന്നില്ലേ? നമുക്ക് പ്രശ്നമല്ലേ? ഞാൻ 40 പറഞ്ഞിട്ടില്ല, 16 ഉണ്ട്. ഇന്ന അഭിപ്രായ വ്യത്യാസം സംഖ്യയില് സംഖ്യകളിൽ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിൽ ഒരു പൊന്നാര ചങ്ങായി എന്നോട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലെ ഫസ്റ്റ് സെന്റൻസിലേ പറഞ്ഞത്. അപ്പൊ നീയല്ലേ എണ്ണത്തിൽ തർക്കിച്ചത്? അപ്പൊ നീ വിചാരിച്ചു ഞാൻ വെറുതെ പറയുന്നതാണെന്ന്. ഇതല്ലേ സംഭവിക്കുന്നത്? എന്റെ പൊന്നാര ലിയാക്കത്തെ 500 എന്നുള്ളത് 7 പണ്ഡിതന്മാരും അത് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ട് അതാണ് എവിടെ കണക്ക് കിട്ടിയത്. എന്താണ് കണക്ക്? 40ന്റെ കണക്ക് അറബി ഇബാറത്തൊക്കെ വായിച്ച ഊറ്റം. അങ്ങനെ നീ 500 കണക്ക് ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു 40ന്റെ കണക്കുണ്ട്, അപ്പൊ ഏതാ സ്വീകരിക്കുക എന്ന് നമുക്ക് പല വ്യത്യാസമുണ്ട്. അല്ലല്ലേ ലിയാക്കത്തെ പറഞ്ഞേക്ക്, ഞാൻ 500 ഞാൻ അംഗീകരിച്ചിട്ടില്ല. നീ 500 ഞാൻ 40 ഇങ്ങനെ കണക്കുണ്ട്, 16 എന്നുണ്ട്, 400 എന്നുണ്ട്. അത് കൂടി കയറി പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന് വന്ന ഭൂരിപക്ഷ ഹദീസുകളും സ്വഹീഹല്ല, മുഴുവൻ ഹദീസും സ്വഹീഹല്ല എന്ന് പറഞ്ഞിട്ട് സംഭവം ഈ സംഭവത്തിലല്ല എണ്ണത്തില്. അല്ല, ഇപ്പൊ പ്രശ്നം ഗുഹ്യരോമാണോ അല്ലേ എന്നുള്ളത് മാത്രമേ. നീ ഓരോന്ന് പറഞ്ഞപ്പോഴാണ് നീ ഹദീസ് വായിച്ചു നോക്കി. നീ പറഞ്ഞ ഞാൻ ചോദിക്കുന്നത് അതിന്റെ പൊന്നാര സഹോദര, അതിന് ഇത്രേ ഉള്ളൂ സംഭവം. കുട്ടികളെ കൊന്നിട്ടില്ല, അവരെ വെറുതെ വിട്ടൂന്ന്, അത്രേ ഉള്ളൂ. കുട്ടികളെ വിട്ടു, വെറുതെ വിട്ടു. അതായത് യുദ്ധത്തിന് പ്രാപ്തരായ ആളുകളെ കൊന്നു. അതിൽ ഓപ്ഷൻ വെച്ചു. അതായത് യുദ്ധത്തിന് എന്താ ഓപ്ഷന്? അവർക്ക് ഒന്ന് കീഴടങ്ങുക. അതൊക്കെ അവിടെ ഒരു സംഭവത്തിന് വേറൊരു ഹദീസ് പറഞ്ഞുതരാം. നമുക്ക് എല്ലാം തീരുമാനാക്കിട്ട് പോകാം. നമ്മള് വായിച്ച 44:04 വായിച്ചിട്ടാണ് ഇപ്പൊ നമ്മള്. അതൊക്കെ അതിലേക്ക് പോട്ടെ. നമുക്ക് ആദ്യത്തെ രോമം ഏതാന്ന് മനസ്സിലാവണ്ടേ? രോമം പറയാം. രോമം ഏതാ മനസ്സിലാണ്? നിങ്ങളിപ്പോ 44:04 വായിച്ചേ? 44:05 എടുത്ത് തൊട്ടടുത്ത ഹദീസാണ്. ഒന്നും വായിച്ചാണെങ്കിൽ കേക്കട്ടെ. അത് സഹീഹാണ്. അബൂദാവൂദാണ്. അറബി വായിക്കണേ. ഒരു മിനിറ്റ് കേട്ടോ. അപ്പൊ ഇതില് ആ ഹദീസിലുണ്ടോ? അത് പറയാം. വായിക്ക സുഹൃത്തെ. ഞാൻ പറഞ്ഞു നീ വായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഉത്തരം പറയും. ഹദീസിലുണ്ടോ? നിങ്ങൾ വായിക്കുന്നേ. എന്തൊരു കഷ്ടം. ഞാൻ പറയട്ടെ, ഞാൻ ചോദിക്കുന്ന മറുപടി അറിയും. നിങ്ങൾ വായിച്ചിട്ട് അർത്ഥം പറഞ്ഞാൽ നമുക്ക് അറിയാനുണ്ടോ അല്ലേന്ന്. ഞാൻ ഇതിന് നിങ്ങൾ വായിച്ചിട്ട് അർത്ഥം, നമുക്ക് ഈ രോമം ഏതാന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ്. ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, അതാണ്. നീ വായിക്ക്, ഞാൻ പറയാം. അല്ലല്ല, നിങ്ങൾ വായിച്ചാ മതി. വായിച്ചോളി.
ഹദീസ് കിട്ടണത് നെറ്റ് സ്ലോ ആണ്, കോളും മൊബൈലും കിട്ടണോ. അത് കുഴപ്പമില്ല, ശരിയായിക്കോളും. ഞാൻ വെയിറ്റ് ചെയ്യാം. എനിക്ക് പ്രശ്നമൊന്നുമില്ല ശരിയാക്കത്തെ. ഞാൻ തന്നെ കുറെ തെറ്റാണ്ട് നമ്മളെ താക്കാൻ നോക്കിയാണ്, കൂട്ടക്കൊലയാണ് ഇതാക്കി. എവിടെ ഒരു ഉണ്ട് കേട്ടോ ഹദീസിൽ. ഇത് ലൈവാണോ? ഇത് ലൈവ് അല്ല, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ. എന്ത് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല. മുഴുവൻ കേട്ടോ, മുഴുവനെണ്ണോ? നിങ്ങൾ വായിച്ചോളീം. അല്ല മുഴുവൻ ഹദീസ് വെട്ടി ചുറ്റിയാണ്ട് കുറയ്ക്കരുത്. നിങ്ങൾക്ക് ഇത് ഏതാ രോമം എന്നല്ല, ഇതൊന്നും പൊടിയൂല, ഒന്നും ഒരു പൊട്ട് പോലും പോലെ. ഡോണ്ട് വറി. നമുക്ക് ഇത് രോമം ഏതാന്നും കൂടി നോക്കിയിട്ട് നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. നിങ്ങൾ ആ രോമം ഏതാന്ന് പറഞ്ഞ നമ്മെ. അല്ല ഈ മുഖ്യരോമം നോക്കി വായിക്കും, നിങ്ങളത് വായിച്ച അർത്ഥം പറയണേ. കുട്ടികളെ വെറുതെ വിട്ടു എന്നാണ് അർത്ഥമുള്ളൂ. നിങ്ങൾ വായിച്ച അർത്ഥം പറയും സുഹൃത്തെ. എവിടെ 44,045 അല്ലേ? 44,05. ഫകശഫു ആനതി എന്നാണ്. ആനതി ഫവജദൂഹ. എന്താ ആനത്തി പറഞ്ഞ? നിങ്ങൾ അറബി മുൻഷ്യല്ലേ? ആലത്തോ? ആനത്ത്. അയിന് ആനത്ത്. ആനത്തി എന്ന് പറഞ്ഞ എന്താ? അല്ല നിങ്ങൾ അർത്ഥം പറയേ, എന്താ കഥ? ആനത്തി എന്ന് പറഞ്ഞാൽ ആനത്തി എന്ന് പറഞ്ഞ അർത്ഥം പറയാം. ഹദീസ് നിങ്ങൾ വായിച്ചോളൂ, ഞാൻ ഹദീസിനെ കുറിച്ചല്ല ചോദിക്കണേ. ഞാൻ വെറുതെ ആനത്തി എന്ന് പറയുന്ന അറബി വാക്കിന്റെ അർത്ഥം ചോദിച്ചാ. എനിക്കറിയില്ല, നോക്കട്ടെ. ശരി. ഞാൻ നേരത്തെ നിങ്ങൾ ഇബാർത്തൊക്കെ വായിച്ചപ്പോ നിങ്ങൾ അറബി മുൻഷ്യ ചോദിച്ചു. അല്ല അറബി മുൻഷിയല്ല, ആ വാക്ക് അറിയോ? അത് ശരിയാ. അല്ല ആ വാക്ക് ഓരോ വാക്കും പ്രയോഗിച്ച സന്ദർഭം സാഹചര്യം ശരിയാ അല്ലേ? അതെ, ബുദ്ധിമുട്ട്. അത് നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾ കോണ്ടെക്സ്റ്റ് നോക്കി പറഞ്ഞാൽ മതി. അതിന് നോക്കണത് ഞാൻ വായിച്ചു നോക്കട്ടെ എന്നാണത്. കിട്ടിയില്ല, ഹദീസ് കിട്ടിയില്ല. ഒരു മിനിറ്റ്. പല പദങ്ങളും പല പ്രയോഗങ്ങളും സന്ദർഭത്തില് നോക്കണ്ടേ? നോക്കോളെ. നമുക്കിപ്പോ എന്താ പറയാ, ആ മുടി ഏതാന്നും ആ രോമം ഏതാന്നും അറിഞ്ഞാൽ നമുക്ക് ഇന്നത്തേക്ക് അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് നാളെ പറയാം, പിന്നെ സമയം വേണമെങ്കിൽ. കിട്ടിയില്ല നിങ്ങൾക്ക്? നേരത്തെ നോക്കിയ ഹദീസിന്റെ തൊട്ടപ്പുറത്ത് ഹദീസേ. ഹദീസ് എടുക്കട്ടെ. ലോഡാണല്ലോ. വായിച്ചുതരാം. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ വായിച്ചുതരാം. ഒരു മിനിറ്റ്. വിശ്വാസം ഇല്ലാത്തൊന്നുമല്ല. അല്ല നിങ്ങൾ ആനത്ത് എന്ന് പറഞ്ഞ അറബി വാക്കിനെ വായിച്ചെന്നിട്ട് എന്താ ഒരു വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവണില്ല. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാം?
ഒരു മിനിറ്റ്. നിങ്ങൾക്ക് ഇപ്പൊ എന്താ ബുദ്ധിമുട്ട് നേരിടുന്നത്? നിങ്ങൾ ഈ നമ്പർ വാട്സപ്പ് ഇല്ല, അതാ പ്രശ്നം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വാട്സപ്പ് അയച്ചു തന്നെ. ഇല്ലല്ലോ, ആ അതാ പ്രശ്നം. ഞാൻ ഇപ്പൊ നോക്കി നിങ്ങൾക്ക് ഹദീസാണ് അയച്ചു തരാന്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾക്കാർ എഴുതി വെച്ചിരിക്കുകയാണ്, ദേ അൺകവേർഡ് മൈ പ്രൈവറ്റ് പാർട്സ് ആൻഡ് വെൻ ദേ ഫൗണ്ട് ദാറ്റ് ദ ഹെയർ ഹാഡ് നോട്ട് ബിഗൺ ടു ഗ്രോ ദേ പുട്ട് മീ എമംഗ് ദ ക്യാപ്റ്റീവ്സ് എന്നാണ്. ഇപ്പൊ അറബിയിൽ ചിലപ്പോ ഇംഗ്ലീഷ് അറബി മനസ്സിലാവാതെ ആരെങ്കിലും സുന്ന.com തെറ്റായ അർത്ഥം എഴുതി വെച്ചിട്ടാണെങ്കിൽ അപ്പൊ നമ്മൾ എന്തിനാ റിസ്ക് എടുക്കണം? നിങ്ങൾ അറബി വായിച്ചോളി. ഫകശഫു ആനതി എന്നാണ്. ഇതിനേക്കാളൊക്കെ എളുപ്പം എന്റെ ചാനൽ പൂട്ടിക്കാൻ നടക്കണല്ലേ. അതാണ് ബാസിൽ ബുദ്ധിപരമായിട്ട് നീങ്ങിയത്. അല്ല അത് പോണ്ട, അതിലേക്ക് പോണ്ട. നമ്മൾ ഫകശഫു ആനതി രോമം തീരുമാനാക്കണം. ഏതാണ് ആ രോമം, ഏതാണ് ആ കരാർ എന്നൊക്കെ ഞാൻ ചോദിച്ചാൽ വലിയ പ്രശ്നം. ഇനിയിപ്പോ നമുക്ക് ചോദിക്കാലോ ഏതാണ് ആ രോമം. തർക്കം വന്ന സ്ഥിതിക്ക് നമുക്കൊരു തീരുമാനത്തിലെത്താം. ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ പല കാരണങ്ങൾ എഴുതൂട്ടോ. ഇതിങ്ങനെ കാത്തിരുന്നിട്ട് ഈ വീഡിയോ ഞാൻ ഈ ഭാഗം ഈ വെറുതെ ഭാഗം കാരണം എന്താ വെച്ചാലേ അതൊക്കെ മോശമല്ലേ. ആൾക്കാർ നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ലല്ലോ. കട്ട് ചെയ്യണ്ട, ഞാൻ പറഞ്ഞത് എല്ലാ കാര്യം അന്വേഷിച്ചിട്ട് കണ്ടെത്തുക. കശഫു ആനത്തിന്ന് ഈ ഹദീസിൽ പറഞ്ഞത് എന്താന്നൊന്ന് പറഞ്ഞത്. ആനത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിച്ച ഗുഹ്യരോമം ആണെങ്കിൽ എന്നൊന്നും നിങ്ങൾ പറയണ്ട. നിങ്ങൾ ഈ അറബി ഇബാറത്ത് വായിച്ചിട്ടുണ്ട്. ആ എന്താണ് ആ കിതാബുൽ അമ്മാൽ വായിച്ചപ്പോ എന്താ നിങ്ങളെ ഒരു ഊറ്റം? ഇതിപ്പോ സുനൻ അബൂദാവൂദ് വായിക്കുമ്പോ നിങ്ങൾക്കൊരു ഒരിടം തിരിവ്. നിങ്ങളില്ല ഇവിടെ ഒന്ന് മൊറഡ എനിക്കെങ്കിലും ചെയ്യും. നോക്കണ്ട് റെഡി ആയി കിട്ടണ്ടേ? ഞാൻ വായിച്ചു തരാന്നേ. ആ അതാണ്. ഇനി പിന്നെ ഇതൊന്നും വായിക്കണ്ടല്ലോ, ഇബാറത്ത് വായിച്ചാ പോരെ. ഹദ്ദസനാ മുസദ്ദദുൻ ഹദ്ദസനാ അബൂ അവാനത്ത് അൻ അബ്ദുൽ മലിക് ഇബ്നു ഉമൈർ ബിഹാദൽ ഹദീസ് ഖാല ഫകശഫു ആനതി ഫവജദൂഹാ ലം തൻബുത് ഫജഅലൂനി ഫിസ്സബി. എന്താ കഥ? ബിഹാദൽ ഹദീസി ഖാല ഫകശഫു ആനതി. ഇതാണ് അതിലെ പ്രധാന ഭാഗങ്ങൾ. അർത്ഥം പറയുന്ന മനുഷ്യ ഫകശഫു ആനതി പറഞ്ഞ നിങ്ങൾക്ക് അർത്ഥം അറിയില്ല. എന്താ ഗുഹ്യരോമം കണ്ടെത്തി എന്നാണ്. ഫകശഫു ആനതി പറഞ്ഞ ഗുഹ്യരോമം പരിശോധിച്ചു എന്നാണ്. അപ്പൊ രോമം ഏതാന്ന് ഇപ്പൊ പിടികിട്ടില്ലേ? ആയിക്കോട്ടെ, രോമം പിടികിട്ടി. അപ്പൊ നമ്മൾ പറയുമ്പോഴേ ഞാനൊരു കാര്യം അത് മതി. നീ പറഞ്ഞ ഹദീസിൽ ആ വാക്കിൽ നീ പറഞ്ഞു, നീ ഹദീസ് വായിക്കണം. ഹദീസല്ലേ വായിച്ചെന്നപ്പോ 44:05 ഹദീസ് പറയില്ല. ഒന്നാമത് ഹദീസല്ല, അസറാണ്. എന്ത് അസറാണ്, ഹദീസല്ല. സുനൻ അബൂദാവൂദ് 44:05 ഹദീസ് അസറും വ്യത്യാസമുണ്ട്. ആയിക്കോട്ടെ സുഹൃത്തെ, ഇത് സുനൻ അബൂദാവൂദ് 40:05 അല്ലേ? ആയിക്കോട്ടെ, അതിലെന്താ ഉള്ളത്? എന്താ ഉള്ളത്? ഫകശഫു ആനതി സഹീഹാണ്. സഹീഹാണ്. ഈ ഹദീസിന്റെ ഹുക്മ സഹീഹാണ്. ആര് പറഞ്ഞു? അൽബാനി പറഞ്ഞു. സുന്ന.com എഴുതി വെച്ചാണ്. ഇത് ഗവൺമെന്റ് സൈറ്റ് അല്ലേ? എന്താ ഫകശഫു ആനത്തിന്ന് അതെഴുതിയത്? എന്താ എന്നിട്ട് ആരെ വലിയ ആൾക്കാരെ പോയി നോക്കിയത്? അതിന്റെ അർത്ഥം എന്താന്ന്? എന്താ അർത്ഥം? ആൻഡ് വെൻ ദേ ഫൗണ്ട് ദാറ്റ് ഹെയർ ഹാഡ് നോട്ട് ബിഗൺ ടു ഗ്രോ ദേ അൺകവേർഡ് മൈ പ്രൈവറ്റ് പാർട്സ്. ഫകശഫു ആനതി പറഞ്ഞ അതാണ്. ഗുഹ്യഭാഗം പരിശോധിച്ചു, മുളച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ക്യാപ്റ്റീവ്സിന്റെ കൂട്ടത്തിൽ പെടുത്തി. അപ്പൊ രോമത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. നിങ്ങൾ ഇടക്ക് വിളിക്ക് ഇതേപോലെ. കഴിഞ്ഞില്ല, പോട്ടെ, ചോദിക്കട്ടെ. കഴിഞ്ഞു.
എനിക്ക് കഴിഞ്ഞില്ലേ അതിന് എങ്ങോട്ട് പോണേ വിഷയത്തില്ല അല്ല പോവല്ലേ കഴിഞ്ഞിട്ടില്ലേ ഇത്ര മതി. ഇപ്പൊ നമ്മള് തീരുമാനമില്ലേ? നിങ്ങൾ സമയം പറഞ്ഞോളൂ. ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അല്ല 53 മിനിറ്റായി. ആയിക്കോട്ടെ, ഇത് മിനിറ്റുകളല്ല. നിങ്ങൾ സമയം പറഞ്ഞോളൂ. അടുത്ത സമയങ്ങൾ വിളിക്കുന്ന സമയം കംപ്ലീറ്റ് ആക്കട്ടെ. ബനു കുറയുന്നത് കംപ്ലീറ്റ് ഞാൻ റെക്കോർഡ് തുടരാം. ഇപ്പൊ രോമത്തിന്റെ കാര്യത്തിൽ ധാരണയായില്ലേ? ഇനി അത് കൂട്ടക്കൊലയാണോ, അത് ന്യായീകരിക്കാവുന്നതാണോ, അത് അന്യായമാണോ, ന്യായമാണോ, ഇതല്ല തർക്കം. അല്ല അത് നമുക്ക് അടുത്ത അത് നിങ്ങൾ വിളിച്ചോളി. ടൈം പറഞ്ഞോളി. ടൈം ഈ ഫോണിൽ തന്നെ പറഞ്ഞോളൂ. ഡേറ്റും ടൈമും പറഞ്ഞോളി. അല്ല നിങ്ങൾ പറഞ്ഞോളി. ഡേറ്റും ടൈമും ഇന്ന് തീരുമാനാക്കാൻ ഇനി എനിക്ക് സമയമില്ല. കാരണം 1 മണിക്കൂർ നമ്മളിപ്പോ സംസാരിച്ചു. പറഞ്ഞേക്കോ ഞാൻ സംസാരിച്ചു. ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട് 1 മണിക്കൂറിൽ 15 മിനിറ്റുകൾ ഏതാ രോമന ചർച്ച നമ്പർ വെച്ചാൽ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഇതിന്റെ തുടർച്ച സംസാരിക്കാൻ താല്പര്യമുണ്ട്. ഇതിന്റെ തുടർ ഭാഗം സംസാരിക്കാൻ കേൾക്ക്. അതൊക്കെ ആൾക്കാർ ഇത് കേൾക്കണമെന്ന് തീരുമാനിക്കട്ടെ. നിങ്ങൾക്ക് 1 മണിക്കൂർ സമയം ഞാൻ തന്നു. 1 മണിക്കൂർ സമയം കഴിഞ്ഞിട്ട് ഇനിയും നിങ്ങൾക്ക് 1 മണിക്കൂർ സമയം വേണമെങ്കിൽ നിങ്ങൾ നാളെ ഇതേ സമയത്ത് കുറച്ചുകൂടി നേരത്തെ വിളിക്കണം. 6 മണിക്ക് വിളിച്ചോളി. നാളെ വൈകുന്നേരം 6 മണിക്ക് വിളിച്ചോളിയും. വിഷയം നമുക്ക് വേറെ വിഷയം ഉണ്ടാക്കാം. ആദ്യം തീരുമാനാക്കട്ടെ. അതാ പറഞ്ഞ ഇനി ഈ വിഷയത്തിൽ ഇനി ഇങ്ങനെ മൗനത്തിലിരിക്കാൻ സമയമില്ല. എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഞാൻ പറയുന്നത് കേൾക്കൂ സുഹൃത്തെ. ഞാനും കൂടി എനിക്കും കൂടി സമയം അതൊക്കെ നമുക്ക് സംസാരിക്കാം. ഈ ഹദീസ് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. അല്ല ഇനി സമയമില്ല. ഇപ്പൊ രോമ ഗുഹ്യരോമാണെന്ന് മനസ്സിലായില്ല. ആ തർക്കം തീർന്നില്ലേ? ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ തർക്കം, അതായത് ഈ രോമത്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെങ്കിൽ അത് നമുക്ക് ഒന്നുകൂടി ചർച്ച ചെയ്യാം. ടൈം അല്ല. ആദ്യം ലിയാക്കത്ത് ഒരു കാര്യം ചോദിക്കട്ടെ. ലിയാക്കത്ത് ആദ്യം പറഞ്ഞു ഇതൊന്നല്ല 56 മിനിറ്റ് നമ്മൾ സംസാരിച്ചു. 1 മണിക്കൂർ കൂടുതലൊന്നും ഒരു കോളിൽ ഒരാളോട്ട് ഇരിക്കാൻ പറ്റില്ല സുഹൃത്തെ. ആയിക്കോട്ടെ, അതാ ഞാൻ പറഞ്ഞ അവിടെ മുതൽ തുടങ്ങാം. 44:05 എനിക്കും മനസ്സിലായി, നിങ്ങൾക്കും മനസ്സിലായി, ഇത് ഹദീസ് എഴുതിയവർക്ക് മനസ്സിലായി, അത് പരിഭാഷപ്പെടുത്തി സുന്നാനോർമ്മലിട്ടവർക്ക് മനസ്സിലായി, ഈ വീഡിയോ ഇപ്പൊ കേൾക്കുന്ന ആൾക്കാർക്ക് മൊത്തത്തിൽ മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, എനിക്ക് എന്താ മനസ്സിലായതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ സമയം പറഞ്ഞോളി, നമുക്ക് ആ സമയത്ത് സംസാരിക്കാം. അതല്ലെങ്കിൽ എനിക്ക് ഓപ്ഷൻ ഇല്ല. ഞാൻ നിങ്ങൾക്ക് ഒരു 30 സെക്കൻഡ് കൂടി തരും. ആ സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ടൈം കൺഫേം ചെയ്യാം. സംസാരിക്കാം. അതെ അതെ, ഇതാണ് ലിയാക്കത്ത്. ഇത്രേ ഉള്ളൂ. നിങ്ങൾ പോയിട്ട് ചാനൽ പൊട്ടിക്കാൻ നോക്കി. ഞാൻ ശരി. അപ്പൊ നിങ്ങൾക്ക് വിളിക്കാൻ താല്പര്യമില്ല, തുടർന്ന് സംസാരിക്കാൻ താല്പര്യമില്ല, നിങ്ങൾ വിളിക്കാൻ തയ്യാറുണ്ടോ? ഇനി തുടർ ചർച്ചയ്ക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് ഈ തുടർ ചർച്ച താല്പര്യമുണ്ടോ? അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ ചർച്ച ചെയ്യാം, എല്ലാം ചർച്ച ചെയ്യാം. ഇപ്പൊ ഇനി സമയം 1 മണിക്കൂർ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ അല്ലേ? നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ അല്ലേ? എസ് ഓർണോ പറയും. വെറുതെ താല്പര്യം ഇല്ലാത്ത ഒരാൾ വെറുതെ സമയം താല്പര്യമില്ലല്ലോ. ശരി, താല്പര്യം ഉണ്ടെങ്കിൽ സമയം പറയും സുഹൃത്തെ. എനിക്ക് ഇങ്ങനെ കളയാൻ സമയമില്ല. നിങ്ങൾക്ക് എന്താ തീരെ ബോധമില്ലേ? നമുക്കൊരു മാനേജ് ഈ അസറിന് അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. 44 മൗനത്തിൽ 10 മിനിറ്റ് ഞങ്ങൾ കൂടെ വെയിറ്റ് ചെയ്താണ്. 4-5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്താണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിൽ സോറി, എനിക്ക് കോള് കട്ട് ചെയ്യാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല. നിങ്ങൾക്ക് ഇനി ഓപ്ഷൻ ഞാൻ പറയാണ്. നിങ്ങളൊരു ടൈം പറയുകയാണെങ്കിൽ ആ ടൈമിൽ ഞാൻ നിങ്ങളുടെ കോൾ വെയിറ്റ് ചെയ്യും. 1 മിനിറ്റും ഇല്ല. നിങ്ങൾക്ക് ഈ കോള് തുടരാൻ ഇതിന്റെ ചർച്ച തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ടൈം പറഞ്ഞോളൂ. എനിക്ക് എന്റെ ലൈവിലേക്ക് പോകാൻ സമയമായി.
വിളിക്കുന്നതും വിളിക്കാത്തതൊക്കെ നിങ്ങളെ ഇഷ്ടം. നിങ്ങളൊരു ടൈം പറഞ്ഞാൽ ആ സമയം നോക്കി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് താല്പര്യം അല്ലെങ്കിൽ പിന്നെ എന്റെ അതൊക്കെ നമുക്ക് മനസ്സിലായി. അത് നിങ്ങൾക്ക് താല്പര്യമില്ലല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ മണ്ടാണ്, അത് നിങ്ങൾ എഴുതി വെച്ചോളി. ഞാൻ ഓടാണ് സുഹൃത്തുക്കളെ, എല്ലാരും. ഞാൻ എല്ലാ ഉത്തരം മുട്ടി അത് ഇദ്ദേഹത്തിന്റെ മുമ്പിൽ ഞാൻ വീണുപോയി. അപ്പൊ ഞാൻ ഓടുകയാണ്. അത്ര മതിയോ? ഹാപ്പി ആയില്ലേ? ഇപ്പൊ ഹാപ്പി ആയില്ലേ? അപ്പൊ ശരി, വിളിക്കുന്ന സമയം എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ നോട്ട് ചെയ്ത് വെക്കും. പറയുന്നില്ല നിങ്ങൾ റാൻഡം ആയിട്ട് വിളിച്ചോളൂ. നിങ്ങൾക്ക് വിളിക്കാൻ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ സമയം ഇപ്പൊ ഫിക്സ് ചെയ്യാം. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് കോൾ കട്ട് ചെയ്യാം. ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് സമയം പറയൂ. ആ ഹുക്കുമുൽ ഹദീസ് വായിക്കേ, സമയം പറയൊക്കെ വായിച്ചിറങ്ങൊക്കെ ഹുക്കുമുൽ ഹദീസ് വായിക്കേ. നിങ്ങൾക്ക് വായിച്ചാൽ അത് നിങ്ങൾ ഇത് തുടരാൻ താല്പര്യം നിങ്ങൾക്ക് അത് തുടരാ. ഡേറ്റും ടൈം പറയും. നേരിട്ട് വീട്ടിലിരുന്നാ മതി. നേരിട്ട് ഫോൺ കൂടിയാ നാട്ടുകാർ മൊത്തം കേൾക്കണം. നാട്ടുകാർ മൊത്തം കേൾക്കണം. തുടങ്ങണേ ആദ്യം ബാസിലോട് ആ ചാനലിന് കൊടുത്ത കേസ് പിൻവലിക്കാൻ പറയാം. പിടിക്കാൻ വേണ്ടി കോടതി പോയിക്കല്ലേ? ഞാൻ ചാനൽ നടത്താൻ പാടില്ല, ഇനി വേറെ ചാനൽ തുടങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിലവിളിച്ചിട്ട് എനിക്കറിയില്ല. അവനോട് ചോദിക്കി എന്റെ ചാനൽ കൂട്ടിയെങ്കിൽ. അങ്ങനെ അത്രേ ഉള്ളൂ, വേറെ സെക്കൻഡായി. കിട്ടാണെങ്കിൽ സംസാരിക്കാം. ടൈം പറയാത്തോണ്ട് വാട്സ്ആപ്പ് അയച്ചിട്ട് ടൈം ഫിക്സ് ചെയ്തിട്ട് വിളിച്ചോളൂ.